ഗുരുവും വർണ്ണവാദവും സനാതന ധർമ്മവും. 3 വിഷയങ്ങളാണ്. ഒന്ന് ഗുരുവിനെ സംബന്ധിച്ചത്, രണ്ടാമത്തേത് വർണ്ണവാദത്തെ സംബന്ധിച്ചത്, മൂന്നാമത്തേത് സനാതന ധർമ്മത്തെ സംബന്ധിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ വിഷയങ്ങളൊക്കെ എനിക്ക് മുമ്പ് ഇവിടെ വിശദമായി ചർച്ച ചെയ്തിരിക്കാം. അതുകൊണ്ട് ആവർത്തനം ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കേണ്ടതുണ്ട്. വർണ്ണവാദം, ചാതുർവർണ്ണയ വ്യവസ്ഥ, അതാണ് നമ്മൾ ആരാണ് ഈ പറഞ്ഞത് നമുക്കിവിടെ ചാതുർവർണ്ണയം ഉണ്ട്? ചാതുർവർണ്ണയം ഉണ്ട് എങ്കിൽ ഏതെങ്കിലും പൗരാണിക ഗ്രന്ഥത്തിൽ, ആധുനിക എഴുത്തുകാരെ ഞാൻ സമ്മതിക്കുന്നില്ല, 14, 15, 16, 17 നൂറ്റാണ്ട് വരെയുള്ള ഏതെങ്കിലും കൃതിയിൽ ചാതുർവർണ്ണയം ഉണ്ടോ? ഇല്ല. ഉള്ളത് ത്രൈവർണികരാണ്. 3 വർണ്ണങ്ങളെ, അത് മാത്രമേ ഉള്ളൂ. 3 വർണ്ണങ്ങളെ മാത്രമേ അംഗീകരിച്ചുള്ളൂ. 4ാമത്തേത് ശൂദ്രൻ എന്ന് പറയുന്ന ശൂദ്രന്മാർ സ്വയം ചെന്ന് കയറി കൊടുത്തതാണ്. അത് വർണ്ണമായി കൂട്ടിയിട്ടില്ല. ത്രൈവർണികർ നിങ്ങൾ എവിടെ ചോദിച്ചു? 4ാമത് നമ്മൾ ചെന്ന് ഒട്ടിയതാണ്. എനിക്ക് എന്നെ കൂടെ വർണ്ണത്തിൽ ചേർക്കാൻ. ത്രൈവർണികരെന്ന് തന്നെയാണ് ഇതിൻ്റെ രേഖ. ഈ ത്രൈവർണികർ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് കൂടി നമ്മൾ അറിയണം. ആര്യരക്തം പ്രത്യക്ഷമായോ പരോക്ഷമായോ പേറുന്നവർ മാത്രമാണ് വർണ്ണത്തിൽ വരിക. നമുക്കറിയാം, ആര്യ സമൂഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഏതാണ്ട് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അന്ത്യ കാലഘട്ടത്തിലാണ്. കോക്കസസ് മല എന്ന് പറയുന്നത് റഷ്യയുടെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തറ്റം, ഏതാണ്ട് ധ്രുവപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അവിടെ നിന്നാണ് ഈ ആര്യ സമൂഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ആര്യ സമൂഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ സിന്ധു നദീതട തീരത്ത് ഒരു ദ്രാവിഡ സംസ്കാരം, അതിസമ്പന്നമായ ഒരു പട്ടണ സംസ്കാരം, ഒരു നഗര സംസ്കാരം അവിടെ നിലനിന്നിരുന്നു. ആ ഭാഗത്തേക്കാണ് ഇവരുടെ വരവ്. ഇവർ വന്നപ്പോൾ ഈ ദ്രാവിഡ സംസ്കാരം എന്ന് പറയുന്ന സിന്ധു നദീതട തീരത്തെ സംസ്കാരത്തെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ആക്രമിച്ചു കീഴടക്കാൻ കഴിയില്ല. ഒരു ശക്തമായൊരു സമൂഹത്തിന് ഇപ്പൊ നെടുമങ്ങാട്ടുകാരാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരാണ്, അവിടെ കൊല്ലത്തുകാർക്കൊന്ന് ആക്രമിച്ച് കീഴടക്കി അവിടെ കൊല്ലത്ത് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. ഒരു സെറ്റിൽമെന്റിലേക്ക് മറ്റവർ കടന്നു വരുമ്പോൾ ഇവരെ പരാജയപ്പെടുത്താൻ തക്ക ആയുധങ്ങൾ അവർക്കുണ്ടായിരിക്കണം. ആ 2 ആയുധങ്ങളാണ്, ഒന്ന് കുതിരയുടെ വേഗതയും, രണ്ടാമത്തേത് ഇരുമ്പിന്റെ ശക്തി. ആദ്യം ദ്രാവിഡ ജനതയ്ക്ക്, സിന്ധുനദീതട സംസ്കാരത്തിലെ ജനതയ്ക്ക് കുതിരയെ പരിചയമില്ലായിരുന്നു, ഇരുമ്പും പരിചയമില്ലായിരുന്നു. ഇങ്ങനെയാണ് അവർ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഇവിടെ അവരെത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കോക്കസസ് മലയിൽ നിന്ന് ഇവർ ഇറാനിൽ വരുന്നു. ഇറാന്റെ പഴയ പേര് അരിയാന എന്നാണ്, ആര്യൻ സെറ്റിൽമെന്റ് എന്നുള്ള അർത്ഥത്തിൽ. അവിടെ വരുമ്പോൾ പല കാരണങ്ങളാൽ ഇവര് 2 ഗ്രൂപ്പായി പിരിയുന്നു. ഒന്ന് പടിഞ്ഞാറോട്ട് പോകുന്നു, ഒന്ന് കിഴക്കോട്ട് വരുന്നു. ഈ പടിഞ്ഞാറോട്ട് പോയതിനെ ഏതാണ്ട് ആഠ്യവൽക്കരിച്ചാണ് ഹിറ്റ്ലറൊക്കെ രൂപപ്പെട്ട് വരുന്നത്. അങ്ങനെയാണ്. അതിലേക്ക് പോയ ഒരുപാട് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുക. ഒരു സമൂഹം ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? നീങ്ങേണ്ടുന്ന ആവശ്യം എന്തൊക്കെയാണ്? ഭക്ഷണം അന്വേഷിച്ചു പോകാം, പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യാൻ യാത്ര ചെയ്യാം, വെള്ളത്തിന് വേണ്ടി യാത്ര ചെയ്യാം, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്ര ചെയ്യാം. എന്തായാലും ഒരു സമൂഹം യാത്ര ചെയ്യുമ്പോൾ കുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും, പ്രായം ചെന്നവരുണ്ടാകും, യുവാക്കളുണ്ടാകും. പൊതുവെ ഒരു പ്രതികൂല കാലാവസ്ഥ, വഴിയില്ലാത്ത വഴി ഉണ്ടാക്കി വരണം, കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, ഇതെല്ലാം കഴിഞ്ഞിവിടെ അവരെത്താൻ ലക്ഷ്യസ്ഥാനം. അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോൾ ആദ്യം വഴിയിൽ മരിച്ചു വീഴുന്നത് ആരായി? നമുക്കറിയാം, പ്രായം ചെന്നവർ. രണ്ടാമത് കുട്ടികൾ, മൂന്നാമത് സ്ത്രീകൾ, നാലാമത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അരോഗ ദൃഢഗാത്രരായ ചെറുപ്പക്കാരൻ. നമുക്കറിയാം, മനുഷ്യ സഹജമായ ജൈവപരമായ അവരുടെ ആവശ്യങ്ങൾ നടക്കണം. അവരെന്ത് ചെയ്യും? ചെന്നെവിടെയാണോ ചേക്കേറുന്നത് അവിടുത്തെ സ്ത്രീകളെ ഇണകളായി അങ്ങനെ സ്വീകരിച്ചൊരു സങ്കര സമൂഹത്തിൽ നിന്ന് ആദ്യം പിറക്കുന്ന കുഞ്ഞ് ഒരു പ്രത്യേക സമൂഹമായി മാറും.
ഇതാണ് സിന്ധു നദീതര സംസ്കാരത്തിൽ സംഭവിച്ചത്. ഇത് ഞാൻ പറയുന്നതല്ല, നാരായണ ഗുരു സ്വാമിയുടെ അവസാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന കൃഷ്ണാനന്ദ സ്വാമികളുടെ പഠനം. ഋഗ്വേദത്തെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇന്ത്യയിലെ വർണ്ണസമരം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഋഗ്വേദത്തെ ബേസ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ വർണ്ണസമരം എഴുതി ചെറിയൊരു പുസ്തകം. കൃഷ്ണാനന്ദ സ്വാമി, അദ്ദേഹത്തിന്റെ പഴയ പേര് കൃഷ്ണക്കുറുപ്പ് എന്നാണ്, തലശ്ശേരിക്കാരൻ. അപ്പൊ ഈ ആദ്യം വന്നു കയറിയ അഗ്നിവർണ്ണന്മാരായ ബ്രാഹ്മണ യുവാക്കള് നിന്ന് ജനിച്ച കുട്ടികൾ രണ്ടാമതൊരു വർഗമായി തിരിയുന്നു. അതിനെ ക്ഷത്രിയർ എന്ന് വിളിക്കുന്നു. ഈ ക്ഷത്രിയர்களായി ജനിച്ചു വരുന്നവർ വീണ്ടും ശൂദ്രരുമായി അല്ലെങ്കിൽ ഈ ദ്രാവിഡ ജനതയുമായി ഇണചേരുകയും അതിൽ മൂന്നാമതൊരു വർഗവും അതാണ് അവിടെ തീരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ശുദ്ധരക്തമാണ്, ഏകദേശം 50%, രണ്ടാമത്തേത് 25%, മൂന്നാമത്തേത് 10%. അങ്ങനെ ഈ 3 ശുദ്ധരക്തം പേറി വന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ മാത്രമേ 3 വർണ്ണത്തിൽ പെടുകയുള്ളൂ. അതിന്റെ തെളിവ് ഋഗ്വേദത്തിലെ 1 മുതൽ 4 വരെയുള്ള മണ്ഡലങ്ങളിൽ ബ്രാഹ്മണരെ കുറിച്ച് മാത്രം പറയുന്നു. 4 മുതൽ 9 വരെയുള്ള മണ്ഡലങ്ങളിൽ ക്ഷത്രിയരെ കുറിച്ച് മാത്രം പറയുന്നു. 9ഉം 10ഉം മണ്ഡലങ്ങളിൽ മാത്രമാണ് വൈശ്യൻ വരുന്നത്. ഒരു തവണ ശൂദ്രൻ എന്ന പദം ഉപയോഗിക്കും. അപ്പൊ അതെങ്ങനെയാണ് വർണ്ണം രൂപപ്പെട്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ വർണ്ണമാണോ ജാതിയായി പരിണമിച്ചത് എന്ന്. വർണ്ണം വേറെ, ജാതി വേറെ. ഇതാണല്ലോ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ചെല്ലു പറയുന്നത് അങ്ങനെയല്ല, വർണ്ണത്തിൽ നിന്നാണ് ജാതി രൂപപ്പെട്ടത് എന്ന്. എന്നാൽ ഞാനൊരു ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ഈ 17, 18, 19 നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിലവിലിരുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ബ്രാഹ്മണന് വേല കഴിഞ്ഞാൽ പിന്നെ സംബന്ധവുമാണ്. അങ്ങനെ ബ്രാഹ്മണന്റെ സംബന്ധത്തിൽ പറഞ്ഞ 2 പ്രമുഖരെ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. ഒന്ന് ചട്ടമ്പിസ്വാമി, അദ്ദേഹത്തെ ബ്രാഹ്മണൻ എന്ന് ആരെങ്കിലും പറയും? ഇല്ല, അമ്മയുടെ രക്തത്തിൽ ശൂദ്രനാണ്. രണ്ടാമത്തേത് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ ആരെങ്കിലും വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ പറയാറില്ല, ശൂദ്രൻ എന്നേ പറയൂ. കാരണം അമ്മ ശൂദ്ര സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വർണ്ണ വ്യവസ്ഥയിൽ നിന്ന് ജാതി രൂപപ്പെട്ടു എന്ന് പറയുന്നത് 100% ശരി. പിന്നെ എങ്ങനെ? പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് തൊഴിൽ ശ്രേണിയും. ഏറ്റവും താഴെ കടയിലോ കൊലയിലോ പറയലോ അങ്ങനെ ഒരു സംഭവം. ഏറ്റവും ടോപ്പിൽ ബ്രാഹ്മണൻ. ഈ അധ്വാനത്തിന്റെ ഒരു തോതെടുത്ത് നോക്കിയാൽ ഏറ്റവും കുറച്ച് വിയർപ്പ് ചിന്തുന്ന ബ്രാഹ്മണൻ ആ ശ്രേണിയിലെ ഏറ്റവും മുകളിലും, ഏറ്റവും കൂടുതൽ വിയർപ്പ് ചിന്തുന്നവന്റെ ആ ശ്രേണിയിലെ ഏറ്റവും അടിത്തട്ടിൽ വരും. അങ്ങനെ തൊഴിൽ ശ്രേണി, വിയർപ്പിന്റെ ശ്രേണിയിൽ ഈ ഒരു തരത്തിൽ ഇവിടെ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. പിന്നെ ഒന്നോ സമ്പർക്കം പറയുന്നത് വലിയ രസമാണ്. നായന്മാരുടെ ഇതില് 18 പേരെ കുറിച്ച് പറയുന്നുണ്ട്, 19, 20 ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ആ തർക്കത്തിലേക്ക് കൊണ്ട ആദ്യത്തെ ഏറ്റവും ഉയർന്ന നായരാണ് ഇല്ലത്ത് നായരാണ്. ഇല്ലമാരുടേതാണെന്ന് ഞാൻ പറയുന്നത്. ബ്രാഹ്മണനുമായി അടുത്ത് സഹവസിക്കുന്നവൻ, ബ്രാഹ്മണന്റെ മാനേജരായി ജോലി ചെയ്തവൻ, അവന്റെ വസ്തുവകൾ ചെയ്തവൻ, അവന്റെ ഭൂമിക്ക് കൃഷി ചെയ്യാൻ ആളുകളെ ഏർപ്പാടാക്കി കൊടുത്തവൻ, ബ്രാഹ്മണനോടൊപ്പം നിന്നവൻ ഉന്നത ശ്രേണിയിൽ. അതാണ് ഇല്ലത്ത് നായർ ഏറ്റവും ഉയർന്നത്. രണ്ടാമത്തേത് സ്വരൂപത്ത് നായരാണ്, കൊട്ടാര ജീവനക്കാരൻ. മൂന്നാമത്തെ പാതമംഗലത്ത് നായരാണ്, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. അപ്പൊ നോക്കണേ, ആദ്യം വരുന്ന ബ്രാഹ്മണൻ, രണ്ടാമത്തെ ക്ഷത്രിയൻ, മൂന്നാമത്തെ അമ്പലം. അപ്പൊ ദൈവത്തിന് 3 സ്ഥാനമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കൗതുകകരമായൊരു കാര്യം. ഇതവിടെ മാത്രമല്ല, ഞാനിതിപ്പോ എടുത്തു പറയുന്ന ഒരു ഉദാഹരണം. ഇപ്പൊ നിങ്ങൾ കൊല്ലന്മാരെ നിങ്ങൾക്കറിയാം. ഒരു ഗ്രാമമായ ഒരു കൊല്ലൻ ഉണ്ടായേ പറ്റൂ, തൊഴിലുകാരൻ. പക്ഷെ അതിൽ 3 ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ആദ്യത്തെ കൊല്ലന്റെ പേര് കൊച്ചുകൊല്ലൻ എന്താ, ആ ജാതി. കൊച്ചുകൊല്ലന്റെ പണി എന്താ? ഇരുമ്പയിരും മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് ഇടിച്ചു പൊടിച്ച് കഴുകി വൃത്തിയാക്കി ഉരുക്കി ഇരുമ്പാക്കി മാറ്റി. അവൻ ആരുമായിട്ടാണ് സഹവസിക്കുന്നത്?
മണ്ണ് കുഴിക്കുന്നവൻ, ഇടിച്ചു പൊടിക്കുന്നവൻ, കഴുകുന്നവൻ. മിക്കവാറും പറയാനും പൊരയനും ഈ പറഞ്ഞ ചണ്ടാള സമൂഹം എന്ന് ബ്രാഹ്മണൻ പറഞ്ഞ ആളുകളുമായി സഹവസിക്കുന്നവനാണ്. അവനാണ് കൊല്ല സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരൻ. രണ്ടാമത്തെ കൊല്ലനാണ്, സാധാരണ കൊല്ലൻ, നാട്ടുകൊല്ലൻ എന്ന് പറയുന്നത്. അവരെന്താ? കാർഷിക ഉപകരണം ഉണ്ടാക്കുന്നവരാണ്. അവരാരുമാരായിട്ടാണ് സഹകരിക്കുന്നത്? കർഷകനുമായിട്ടാണ്. അപ്പൊ കർഷകൻ ഇത്തിരി ഉയർന്നവനാണ്. അവനുമായി സഹകരിക്കുന്ന കൊല്ലന് 2ാം സ്ഥാനം കൊടുത്തു. ഇനി 3ാമതൊരു കൊല്ലനുണ്ട്. ആ പേര് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയാം. മൂന്നാമത്തെ ഒരു കൊല്ലൻ, അയാളുടെ പേര് ബില്ലുകുറുപ്പ്. ആ കൊല്ലനാണെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. സംശയം വേണ്ട, കൊല്ലം തന്നെയാണ്. കാരണം രാജസ്ഥാനത്തിന് അമ്പും വില്ലും ഉടവാളും ഉണ്ടാക്കി കൊടുക്കുന്നവൻ, രാജാവുമായി സഹകരിക്കുന്നവൻ കൊല്ല സമൂഹത്തിലെ ഉന്നത ജാതിക്കാരൻ. അപ്പൊ ഈ സഹകരണം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും ജാതി ശ്രേണി രൂപപ്പെടാറുണ്ട്. ഇനി കുടിയേറ്റമാണ്. ഇത് ഇത്തിരി വിശദമായി പറയേണ്ടതാണ്. സമയം കിട്ടുമോ എനിക്കറിയില്ല. കുടിയേറ്റം, ഈ കുടിയേറ്റ സമൂഹം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരുണ്ട്, നമ്മുടെ കർണാടകത്തിൽ നിന്ന് കുടിയേറിയവരുണ്ട്. അങ്ങനെ നാടിന്റെ പല ഭാഗത്തു നിന്നും കുടിയേറിയവരുണ്ട്. ഇതില് നമ്മൾ ഈ കുടിയേറ്റം എന്ന് പറയുമ്പോൾ ഞാൻ ബ്രിട്ടീഷുകാരെ മാറ്റിവെക്കുക. അവരുടെ പൗരത്വം സ്വീകരിച്ചുള്ള അവരുടെ അനന്തര സന്താനങ്ങൾ മാത്രമേ അതുകൊണ്ട് അവരെ മാറ്റിവെക്കുക. ശ്രീലങ്കയിൽ നിന്നൊരു കുടിയേറ്റം. ഈ കുടിയേറ്റത്തെ കുറിച്ച് ഇത് പറയുമ്പോൾ അത് വിവാദമായ വിഷയമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ചരിത്ര രേഖകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവർഷം 630 ചൈനയിൽ നിന്ന് ഹുയാൻസാങ് എന്ന് പറയുന്ന ഒരു സഞ്ചാരി തമിഴ്നാട്ടിലെത്തി കേരളത്തിലേക്ക് വരാനാണ്. കേരളം ശ്രീലങ്കയിൽ സന്ദർശിക്കുന്നതാണ് പദ്ധതി. നേരെ കാഞ്ചിയിൽ വന്നു. പക്ഷെ കാഞ്ചിയിൽ വന്നപ്പോൾ സംഭവിച്ചത്, ശ്രീലങ്കയിലെ ഒരു രാജാവിനെ ആരോ കൊന്നു അധികാരത്തിന് വേണ്ടിയാണ്. അയാൾക്ക് 4-5 ഭാര്യമാരുണ്ടായി. ഈ ഭാര്യമാരിലൊക്കെ ആ മക്കളുമുണ്ട്. ഇവരുടെ അധികാരത്തിന് വേണ്ടി കൂട്ടക്കലാപമായി. നാട്ടുകാർ 2 ചേരിയായി, പട്ടാളം 3-4 ചേരിയായി, തമ്മിൽ യുദ്ധം, ആകെ കലാപം. അപ്പൊ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും? ജീവനിൽ കൊതിയുള്ളവരുള്ള പല സ്വഭാവത്തേക്ക് കുടിയേറും. അങ്ങനെ കുടിയേറ്റപ്പെട്ടൊരു സമൂഹമുണ്ട്. കേരളത്തിലവർ ഈഴവർ എന്നും തമിഴ്നാട്ടിലവർ ഈഴത്ത് പിള്ളമാർ എന്നും പറയും. തർക്കമുണ്ടാകാം. ഇത് ഞാൻ ഈ രേഖയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈഴത്ത് പിള്ളമാരുടെ സ്ട്രീറ്റിൽ ഞാൻ പോയതാണ്. അപ്പൊ എനിക്ക് ഈഴത്ത് പിള്ളമാരെന്ന് പറയുമ്പോൾ, ഈഴത്ത് പിള്ളമാർ തമിഴിൽ വരുമ്പോൾ ഈഴത്ത് പിള്ളമാരാകും. കാര്യം അവർക്ക് മഴയാണ്, കോളിയുമാണ്. അങ്ങനെ ഈഴത്ത് പിള്ളമാർ, ഞാൻ അവരുമായി എനിക്ക് അതിലെ 1-2 സുഹൃത്തുക്കളുണ്ട്. അതിൽ ശേഖർ എന്ന് പറയുന്ന ഒരാളുമായി ചെയ്തു. അവർക്ക് ചെത്തുമായി യാതൊരു ബന്ധമില്ല. അവരെല്ലാം കച്ചവടക്കാർ, ധാന്യ കച്ചവടക്കാർ, നെല്ല് കച്ചവടക്കാർ. ഒരു പക്ഷേ കോട്ടാർ ചന്തയിലെ നെല്ലിന്റെ നിലവാരം അല്ലെങ്കിൽ അരിയുടെ നിലവാരം വിലയും നിശ്ചയിക്കുന്ന ഈഴത്ത് പിള്ളമാരാണ്. അവരെങ്ങനെയാണ് കേരളത്തിൽ ചെത്തുകാരായി മാറിയത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ, നിങ്ങൾക്കറിയാം, 12 വാക്യപ്പലുള്ള ആളാണ്. അദ്ദേഹം ചെത്തുകാരനായി. മലയാള ഭാഷയിൽ ആദ്യമായി ഒരു കൃതിക്ക് അച്ചടി മഷി പുരളുന്നത് ഹോർത്തൂസ് പലബാരിക്കൂസ. ഈ ഹോർത്തൂസ് പലബാരിക്കൂസിന്റെ മലയാളീകൃത രൂപമായ കേരളാരാമം എഴുതിയത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ഈഴോൻ വൈദ്യനായ ഞാനെന്ന ഇട്ടി അച്യുതൻ ഓരെഴുത്തിൽ അതിന്റെ അവതാരികയിൽ അദ്ദേഹം രേഖപ്പെടും. അദ്ദേഹം ചെത്തുകാരനായി. 64 കലകളെ കുറിച്ച് വിശദമായി മലയാള ഭാഷയിൽ ഒരൊറ്റ പഠനമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഐക്യ ഗുരുക്കളാണ് മലബാർ. അദ്ദേഹം ചെത്തുകാരനായി. ഒന്നും വേണ്ട, ചന്ദ്രിക സ്വപ്പിന്റെ ഉടമ CR കേശവൻ വൈദ്യൻ, മഹാവൈദ്യനായിരുന്നു, ചെത്തുകാരനായി. അല്ല, അപ്പൊ ഇത് ബോധപൂർവം ഒരു സമൂഹത്തിനെ കുടിയേറ്റ സമൂഹമായതുകൊണ്ട് മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം പ്രാചീന കാലത്ത് ആരോ തുടങ്ങി വെച്ചത് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു എന്ന് നമ്മുടെ സാമാന്യ യുക്തിക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തൊരു കലാപം നടക്കുമ്പോൾ ആ കലാപത്തിൽ നിന്ന് പേടിച്ചരണ്ട് ഓടിയെത്തുന്നത് ഒരു തൊഴിലുകാരൻ മാത്രമല്ല, എല്ലാ തൊഴിലുകാരും വരും, എല്ലാ തരം തൊഴിലുകാരും വരും.
ഒരു ജാതി സമൂഹമല്ല, എല്ലാ ജാതി സമൂഹവും വരും. ഒരു മതം മാത്രമല്ല, എല്ലാ മതസമൂഹവും വരും. അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ കുടിയേറ്റത്തോടുകൂടി അഭയാർത്ഥികളായി വരുന്നവരെ കുറഞ്ഞവരായി കാണുന്ന ഒരു സമ്പ്രദായം ലോകത്താകമാനം നിലവിലുണ്ട്. കേരളത്തിൽ നിലവിലിരുന്നു ഇതിനു മുമ്പ്. സംഘകാല കൃതികൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ക്രിസ്തുവിന് മുമ്പ് 200 മുതൽ ക്രിസ്തുവിന് മുമ്പ് ശേഷം 400 വരെ 600 കൊല്ലക്കാലം കേരളത്തിന്റെയും വടവെങ്കിടം, തെൻകുമരി, കുണകടൽ, കുടകടൽ, കേരളത്തിന്റെ അതിരാണ് തമിഴകത്തിന്റെ അതിര്. വടവെങ്കിടം വെങ്കിടഗിരി, തെൻകുമരി തെക്ക് കന്യാകുമാരി, കുണകടൽ കുണക്ക് കിഴക്ക്, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, കുടക്ക് കുടകടൽ അറബിക്കടൽ. ഇതിനിടയ്ക്ക് വരുന്ന പ്രദേശത്തിന്റെ പേരാണ് തമിഴ്. ഈ തമിഴകത്തേക്ക് BC 300-ൽ വടക്കേ ഇന്ത്യയിൽ നടന്ന അതിരൂക്ഷമായൊരു വരൾച്ച. ആ വരൾച്ചയെ തുടർന്ന് അവിടെ നിന്ന് 12,000 ജൈന ഭിക്ഷുക്കളുമായി ഭദ്രബാഹു എന്ന സന്യാസി മൈസൂരിൽ വന്നതായി നമുക്ക് രേഖാസ്പദമായി നൽകുന്നു. ഈ ഒരൊറ്റ തെളിവ് വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ജൈനന്മാർക്ക് മാത്രമേ വരൾച്ച ഉണ്ടായുള്ളൂ? അല്ല, ബുദ്ധമതക്കാരനുണ്ടായി, വൈദികർക്കുണ്ടായി. അവരെല്ലാം കൂട്ടത്തോടെ തെക്കോട്ട് കുടിയേറി. കാര്യം തണലും തണുപ്പും തേടി തെക്കോട്ട് വന്നു. കേരളത്തിലും വന്നിരിക്കാം. വന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ എന്റെ കയ്യിൽ രേഖയില്ല, പക്ഷെ വന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം, അന്ന് വന്ന ബ്രാഹ്മണരെയൊക്കെ എങ്ങനെ കണ്ടിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് വന്ന ബ്രാഹ്മണരെ മുഴുവൻ നിയമിച്ചിരുന്നത് ഇവിടുത്തെ ദ്രാവിഡ രാജാക്കന്മാരുടെ ദൂതന്മാരായി. അവരുടെ കാമുകിമാർക്ക് കത്ത് കൊടുക്കാൻ, ഭാര്യമാർക്ക് കത്ത് കൊടുക്കാൻ, യുദ്ധ വിളംബരങ്ങൾ പ്രഖ്യാപിക്കാൻ, ഇതിനൊക്കെയുള്ള ദൂതന്മാരായിട്ട് മറയോറുകളെ ഉപയോഗിച്ചിരുന്നു. മറയോർ എന്നാണ് ഈ അന്ന് ഇവിടെ നിന്ന് വടക്കയിൽ നിന്ന് കുടിയേറി വന്ന അല്ലെങ്കിൽ അഭയാർത്ഥികളെ എന്നും ബ്രാഹ്മണരെ ഉപയോഗിച്ചിരുന്നു. മറയോർ. അപ്പൊ കുടിയേറ്റക്കാരെ മുഴുവൻ കുറഞ്ഞവരായി കാണുന്ന അല്ലെങ്കിൽ അടിമകളായി കാണുന്ന ഒരു സമ്പ്രദായം എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും നിലനിന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ ഈഴവ സമൂഹത്തിനും സംഭവിച്ചത്. മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയാം. ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്ന് വലിയൊരു ശക്തമായൊരു കുടിയേറ്റം തെക്കോട്ടുണ്ടായി. അതിൽ കുടിയേറിയ ഒരു സമൂഹത്തിന് മാത്രമാണ് ഞാൻ പറയുന്നത്, മാരാർ സമൂഹം. മാരാർ സമൂഹം, നിങ്ങൾ മലബാറിലേക്ക് ചെല്ലുക, മലബാറിൽ നായരേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് മാരാർ. കാരണം അയാൾ അമ്പലവാസിയാണ്. ബ്രാഹ്മണൻ കഴിഞ്ഞാൽ അമ്പലവാസി, അത് കഴിഞ്ഞാണ് ശൂദ്രൻ. അതുകൊണ്ട് ബ്രാഹ്മണനും ശൂദ്രനും ഇടയ്ക്കാണ് മാരാരുടെ സ്ഥാനം. നിറച്ച് നിങ്ങൾ തെക്കോട്ട് വരും, തിരുവനന്തപുരത്ത് ശൂദ്രന് താഴെയാണ് മാരാർ. കാരണം ഇവിടെ കുടിയേറ്റക്കാരായി വന്നവരാണ്. ഇവിടെ മാരാർ കുടുംബത്തിൽ നിന്ന് നായന്മാർ കല്യാണം കഴിക്കാൻ മടിക്കും. അവിടെയാണെങ്കിൽ മാരാർ കുടുംബത്തിന് പെൺകുട്ടികളെ നായന്മാർ കഴിക്കാനും മടിക്കും. ഈ വ്യത്യാസം. അപ്പൊ എപ്പോഴും ഈ കുടിയേറ്റ സമൂഹത്തിന്, ഇപ്പൊ നമ്മളിപ്പോ ആദ്യ കുടുംബത്തിൽപ്പെട്ട ഒരാളായാലും വീട്ടിൽ പിച്ച എടുക്കാൻ വന്ന അയാളെ പിച്ചക്കാരനായിട്ട് കാണും. അതൊരു മനുഷ്യ സഹജം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജാതി വ്യവസ്ഥ, അതായത് ജാതി ശ്രേണി സൃഷ്ടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകം. ഇപ്പൊ ഞാൻ 2-3 ഘടകങ്ങൾ പറഞ്ഞു, ഇനിയുമുണ്ട് നിരവധി ഘടകങ്ങളുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് നമ്മൾ ആക്രമണത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകൾ. അങ്ങനെ ഒരു സമൂഹം തിരുവനന്തപുരം, ഏതാണ്ട് നമ്മുടെ കന്യാകുമാരി ജില്ലകളുണ്ട്. അയ്യനവർ എന്ന് പറയുന്ന സമൂഹം തടവുകാരായി പിടിക്കപ്പെട്ടവരാണ്. അവരെ പട്ടികജാതിക്കാരായിട്ടാണ് നമ്മൾ പെടുത്തുന്നത്. എയ്നർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ വിഭാഗം ഇവിടെ വന്നപ്പോൾ അയ്യനവരായി. അന്ന് ഇവര് പാണ്ഡ്യന്മാരുടെ പടയാളികളായിരുന്നാണ്. അപ്പൊ അങ്ങനെ 2-3 സംഭവങ്ങളിലൂടെ ഒരു 3-4 ഘടകങ്ങൾ, നിരവധി ഘടകങ്ങളിലൂടെയാണ് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വർണ്ണവ്യവസ്ഥയിൽ നിന്നാണ് ജാതി വ്യവസ്ഥ പൂർണ്ണമായും രൂപപ്പെട്ടത് എന്ന് പറയാനാവില്ലെങ്കിലും ഈ വർണ്ണവ്യവസ്ഥയ്ക്ക് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയതിൽ നിർണായകമായ ഒരു പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇനി നമുക്കിവിടെ ജാതികൾ ഏതാണ്ട് 2500 പ്രധാന ജാതികളും 30,000 ഉപജാതികളും. അത് നിങ്ങൾക്ക് അതിശയം തോന്നാം. 30,000 നായർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജാതി അറിയാം, പക്ഷെ 19-20 ഉണ്ട്. കൊല്ലൻ എന്ന് പറയാൻ നമുക്ക് ഒരു ജാതി അറിയാം, പക്ഷെ എന്റെ അറിവിൽ തന്നെ 3 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ, ഈ ദേശം അനുസരിച്ച് മാറാറുണ്ട്. നമ്മൾ ഈ ചെട്ടി എന്ന് പറയുന്ന ഒരു സമൂഹം, ചെട്ടി എന്ന് പറയുന്നത് യഥാർത്ഥ വൈശ്യരാണ്. നിയമം അനുസരിച്ച് അവർ വൈശ്യരായിട്ട് വരണം,
ചെട്ട് എന്ന് പറഞ്ഞ കച്ചവടം. ചെട്ട് ചെയ്യുന്നവൻ ചെട്ടി മിടുക്കും ചിറക്കി മിടുക്കും എന്ന് പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. പക്ഷെ ഈ ചെട്ടിമാർ ഇവിടെ ആരാണ്? ഇവിടെ OBC ആണ്. കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഫോർവേഡാണ്, ഇവിടെ അതൊരു OBC ആണ്. കാരണം അതിന്റെ കുടിയേറ്റക്കാരൻ. ഇതെങ്ങനെ വന്നോ എന്ന് വലിയ കൗതുകകരമാണ്. ഇവർ ദേശം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആറ്റിങ്ങൽ കൊട്ടാരത്തിനടുത്തുള്ളവർ അറിയപ്പെടുന്ന ആറ്റിങ്ങൽ ചെട്ടി, നെയ്യാറ്റിക്കരയ്ക്ക് അടുത്തുള്ളവർ അറിയപ്പെടുന്നത് കൊട്ടാരത്തിനടുത്തുള്ള ഉദയംകുളങ്ങര ചെട്ടിന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പേരൂർക്കട ചെട്ടിന്നാണ്. ഇങ്ങനെ ഈ പറക്ക അവിടെ ഒരു കൊട്ടാരമുണ്ട്, അതിനടുത്ത് അവരറിയപ്പെടുന്ന പറക്ക ചെട്ടിന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും അനുസരിച്ച് പിന്നെ ജാതി ശ്രേണി രൂപപ്പെട്ട് വരുന്ന അവസ്ഥയും നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ജാതി രൂപപ്പെട്ടത് വർണ്ണവ്യവസ്ഥയിൽ നിന്നല്ല, പക്ഷെ വർണ്ണവ്യവസ്ഥയുടെ പിന്തുണ അതിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ പറയേണ്ടതുണ്ട്. ഇനി നമുക്ക് ദൈവങ്ങളാണ് ഇതിനകത്ത് ഇനി അടുത്ത് വരുന്നത്. അവിടെയാണ് ഗുരുവിന്റെ ദൈവത്തെ നമ്മൾ ഈ ചാമുണ്ടി ആരാധിക്കുന്ന ഏതെങ്കിലും ബ്രാഹ്മണ പൂജ നടത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജയുടെ മൂലമന്ത്രം എന്താണെന്നറിയോ? ഭഗവതി സ്തോത്രം. ഭഗവതി മന്ത്രമാണ് പറയുന്നത്. അവര് ഭദ്രകാളിക്ക് മൂലമില്ല. അപ്പൊ ഇതെന്താണ്? അതല്ല, കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ്. വെള്ളനാട്ടിൽ ക്ഷേത്രമുണ്ട്, അവിടെ നിത്യപൂജ എല്ലാം ഈ ഭഗവതി പൂജയാണ്. പക്ഷെ ഉത്സവത്തിന് അവരുടെ പൂജയാണ്. കാര്യം ഭദ്രകാളി എഴുന്നള്ളിച്ച് പുറത്തെടുത്തും അത് പരവരെടുക്കും. പരവ സമൂഹത്തിൽപ്പെട്ടവരാണ് എടുക്കുന്നത്. മുടി എഴുന്നള്ളിച്ചൊക്കെ ചെയ്യുന്ന ബാക്കിയെല്ലാം ശൂദ്രന്മാരും അതിന് താഴെയുള്ളവരുണ്ട്. പക്ഷെ അതിനകത്ത് പൂജ നടത്തുന്നത് ബ്രാഹ്മണനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ഷേത്ര ഭരണാധികാരികൾക്ക് കയ്യിലേക്ക് പ്രസാദം തരുന്നത് ഈഴവനോ പറയനോ കൊലയനോ ചെട്ടിയോ തന്നാൽ അത്ര സുഖം വരില്ല. ഊണൂരിട്ടവൻ തന്നെ കുളിച്ചില്ലെങ്കിലും എന്റെ കയ്യിലേക്ക് തരണമെന്നുള്ള ആഗ്രഹത്തിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ ക്ഷേത്രങ്ങൾ. ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ ഈ ബ്രാഹ്മണന്റെ കയ്യിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അവര് വന്നു കയറുകയാണ്, നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഞാൻ അതിനെ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് സനാതനത്തിലേക്ക് വരിക. എന്താ സനാതനം? ഇവിടെ പറഞ്ഞ കേസാണ്, പക്ഷെ എന്റെ സനാതനം ഭൗതികമാണ്. അപ്പോ എന്താണ് സനാതനം? സനാതനം ക്ഷയമില്ലാത്തതാണ്, പൗരാണികമാണ്, മാറ്റമില്ലാത്തതാണ്. മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്, മാറ്റേണ്ടതല്ല. അത് തന്നെയാണ് സനാതനത്തിന്റെ ഘടകം. ഈ സനാതനം എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ, മാറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, അശ്വമേധം, അജമേധം, നരമേധം, മൃഗങ്ങളെ കൂട്ടക്കശപ്പ് ചെയ്യുന്ന. ചായ കുടിച്ചിട്ട് പറയണോ? പറഞ്ഞിട്ട് കുടിച്ചിട്ട് പറയാല്ലേ? അല്ലല്ല, എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഞാൻ മാത്രം ചായ കുടിക്കുന്നത്. അതോ കുടിച്ചോ? ശരി, അല്ല, ഞാനീ പറയുന്നതില് ഈ ആവർത്തനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനതങ്ങ് ഒഴിവാക്കാം. കാര്യം വെറുതെ സമയം കളയണ്ടല്ലോ എന്ന്. അപ്പോ ഇത് അപൗരുഷേയം എന്നൊക്കെയാണ് പറയുന്നത്. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്തതും പിന്നെ സ്ഥിരമായി ലോകാവസാനം, ലോകം തുടങ്ങിയപ്പോ ആരംഭിച്ചു എന്ന് ലോകാവസാനം വരെ തുടരേണ്ടതും എന്നൊക്കെയാണ് ഇതിന്റെ ഒരു കാലം. അപ്പോ ഈ മേഘങ്ങൾ കുതിര കൊന്നു പിന്നെ കൊലവിളിക്കുന്നതും ആടിനെ കൊല്ലുന്നതും കാളയെ കൊല്ലുന്നതും പശുവിനെ കൊല്ലുന്നതും ഒക്കെ യാഗ സംസ്കൃതിയിലുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. 1975 ഇന്നത്തെ പത്രം വായിച്ച പഴയ ആളുകൾക്കറിയാം, തൃശൂർ പാഞ്ഞാടിൽ ഒരു യാഗം നടന്നു. ആ യാഗത്തിന്റെ യജമാൻ എന്ന് പറയുന്നത് രാമൻ നമ്പൂതിരിപ്പാടാണ്. ആ യാഗത്തിൽ 13 ആടുകളെയാണ് കശാപ്പ് ചെയ്യേണ്ടത്. ആടിനെ കൊണ്ടുവന്നു. യാഗത്തിന്റെ 1, 2, 3, 4, 5, 6 ദിവസം, ഏപ്രിൽ 1-ാം തീയതി ആരംഭിച്ചതാണ്. ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ SPCA-ക്കാര്, അതായത് സൊസൈറ്റി ഫോർ ക്രൂവൽറ്റി അഗൻസ്റ്റ് അനിമൽസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, അവരൊരു പ്രകടനം നടത്തി. ആ പ്രകടനം ഇതാണ്: ഈ മൃഗങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ പറ്റില്ല.
ഏതിന്റെ പേരിലാണ്? യാഗമായാലും കൊള്ളാം, എന്തിന്റെ പേരിലായാലും പറ്റില്ല. ഉടൻ തന്നെ സമൂഹം അത് ഏറ്റെടുത്തു. വലിയൊരു കലാപത്തിന്റെ വക്കിലേക്ക് പോയപ്പോൾ യജമാനനായ യാഗത്തിന്റെ യജമാനായ രാമൻ ഭട്ടതിരിപ്പാട് വിഷയത്തിൽ ഇടപെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ജീവനുള്ള ആടിനെ കശാപ്പ് ചെയ്യണ്ട, പകരം പിഷ്ടപ്പശുവിനെ കശാപ്പ്. എന്താ പിഷ്ടപ്പശു? അരിമാവ് കൊണ്ട് ആടിനെ ഉണ്ടാക്കി അതിനെ കശാപ്പ് ചെയ്യും. ഇത് 1975-ലാണ്. അപ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്, ലോകത്താദ്യമായി പിഷ്ടപ്പശുവിനെ കശാപ്പ് ചെയ്ത ഏകയാഗം പാഞ്ഞാൾ എന്ന് പറഞ്ഞാൽ 1975 വരെ ഇവിടെ യാഗത്തിന്റെ പേരിൽ നടന്നത് കൂട്ടക്കൊലയാണെന്ന് വ്യക്തം. ഇവിടെ ഇങ്ങനെ സനാതനമാകും മാറിയില്ലേ? 75 വരെ കശാപ്പ് നടത്തിയ മൃഗങ്ങളിൽ നിന്ന് പിഷ്ടപ്പശുവിലേക്ക് നമ്മൾ മാറിയപ്പോ സനാതനം മാറിയില്ലേ? എന്താ മിണ്ടാത്തെ? ഇത് ചരിത്രരേഖയാണ്. ഞാനിതൊന്നും കയ്യെന്നിട്ട് പറയുന്നൊന്നുമല്ല. നിങ്ങൾക്ക് ഈ പാഞ്ഞാൾ അടിക്കുമ്പോൾ കിട്ടും. കാരണം എനിക്കത് അറിയാന്നുള്ളത്, ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു നാടകം എഴുതാം. നാടകത്തിന്റെ പേര് അഗ്നിജയനം എന്നാണ്. അപ്പൊ ഈ അതിരുദ്രം യാഗം കഴിഞ്ഞിട്ട് പിന്നെ അഗ്നിജയനത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഈ നാടകത്തിന് അഗ്നിജയനം എന്ന് പേര് കൊടുത്ത അടിയന്തരാവസ്ഥ കാലത്ത് അത് തിരുവനന്തപുരം ജില്ലയിൽ നിരോധിച്ച ഏക നാടകം അതാണ്. അടിസ്ഥാനപരമായി ഞാൻ നാടകക്കാരനാണ്, അത് പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് ഈ സനാതനം നിലനിൽക്കുന്നത്. സനാതനം ഇവിടെ പൊളിഞ്ഞില്ലേ? അപ്പോ സനാതനം എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. അതിന് സനാതനത്വമില്ല, അതിന് നിത്യ ഇതില്ല. അതിന്റെ പൗരാണികം മാത്രം നമ്മൾ അംഗീകരിച്ച ഇതൊരു ചരിത്ര വസ്തുവായി പഠിക്കാനല്ലാതെ അതിനപ്പുറം നമുക്ക് സനാതനം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്നും അത് നിത്യേന നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നും വളരെ വ്യക്തമാണ്. ഇനി എന്തിനാണ് യാഗം നടത്തിയത്? എന്തിനാണ് ഇവർ യാഗം നടത്തിയത്? ബ്രാഹ്മണനാണ് ഇതിന്റെ യജമാനായിട്ട് വരുന്നത്. എന്തിനാ യാഗം? എന്തിനാണ് ഈ കൂട്ട കശാപ്പ് നടത്തുന്നത്? നമ്മളെപ്പോലെ തന്നെ മാംസം വച്ച് കഴിക്കാൻ തന്നെയാണ്. മൂക്കിൽ കൈവയ്ക്കും ബ്രാഹ്മണൻ പശു ഇറച്ചിയും ആട്ടിറച്ചിയൊക്കെ തിന്നുകയോ? എന്നിട്ട് ഇത് രസമതല്ല. ഈ അധൈര്യം എന്ന് പറയുന്ന ഈ യജമാനന്റെ സഹായിയായ ഒരു 4-5 ആളുകളുണ്ട്. ഈ ഓരോരുത്തർക്ക് ഇതിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ പങ്കുവയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അടികൂടാതിരിക്കാനാ. നെഞ്ചിലെ ഭാഗം യജമാനന് കൊടുക്കണം, തുടയിലെ ഭാഗം അധൈര്യന് കൊടുക്കണം. അങ്ങനെ ഓരോ ഭാഗവും, ആടിന്റെ ഓരോ ഭാഗവും ഓരോ ബ്രാഹ്മണന് കൊടുക്കണമെന്ന് കൃത്യമായി നിയമമുണ്ട്. അപ്പൊ ഈ കൂട്ടത്തോടുകൂടി, അത് മാത്രമല്ല, ഈ തീർന്നില്ല. ഗോഖനൻ, നിങ്ങൾ സംസ്കൃത നിഘണ്ടു ആരെങ്കിലും ഗോഖനൻ എന്ന് പറയുന്നൊരു പദവും നിങ്ങൾ നിഘണ്ടു എടുത്ത് നോക്കണം. ഗോഖനൻ. അപ്പൊ നമുക്ക് അർത്ഥം അറിയാം, പശുവിനെ കൊല്ലുന്നവൻ അല്ലെങ്കിൽ പശുവിനെ കൊന്നു തിന്നുന്നവൻ എന്തർത്ഥം എടുത്താലും ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ബ്രാഹ്മണൻ വീട്ടിൽ വന്നാൽ ഇണചേരാത്ത പശുക്ക് അങ്ങനെ കൊന്ന് ഇറച്ചി വെച്ച് കൊടുക്കണം. മാംസേ മധുവർക്ക. അവൻ വീട്ടിൽ വന്നാൽ എന്താ കൊടുക്കണ്ടേ? മധുവർക്കം കൊടുക്കണം. മധുവർക്കം എന്താണ്? മാംസേ, മാംസമില്ലാതെ മധുവർക്കം ഉണ്ടാവില്ല. മാംസേ മധുവർക്ക എന്ന് പറഞ്ഞാൽ മാംസരസം, തേന്, നെയ്യ്, പാല്, ഇത്രയും ചേർന്ന് എങ്ങനെ? അപ്പൊ ഇതാണ് അവർ കൊടുക്കേണ്ടത്. മാംസേ മധുവർക്ക. കൃത്യമായിട്ട് അത് കൊടുത്തു തന്നെ തീരണം. ഇതാണ് നിയമം. തീർന്നില്ല, ഇവിടെ തീർന്നില്ല. ഇനി ഇതിനോടൊപ്പം ചേരേണ്ട വേറെ സാധനമുണ്ട്. യജമാനനും യജമാന പത്നിയും കുടിക്കേണ്ട ഒരു സാധനമുണ്ട്. അതാണ് മധുപാനം ചെയ്യണം, മദ്യം കഴിക്കണം. ആ മദ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? സോമലത. സോമലത കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. അത് പാലക്കാടാണ്. പാലക്കാട് കൊട്ടാരത്തിലാണ് അതുള്ളത്. അവിടെ മാത്രമേ അത് വളർത്തുള്ളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വളരുള്ളൂ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സോമലത എന്നതിന് പേര് വരുന്നതിന് കാരണം ഇതാണ്. ഇത് കറുത്ത വാവ് ആരംഭിച്ചാൽ, കൃഷ്ണപക്ഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇല എത്രയും തൊഴി. ശുക്ലപക്ഷം വരുമ്പോൾ ഇലകളെല്ലാം തീർത്തു. അതാണ് സോമലത. സോമനം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് പറയുന്നത്. അപ്പൊ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ച് ഇതിനും വൃത്തിക്ഷയം ഉണ്ടാകും. ഇത് ഇടിച്ചു പിഴിഞ്ഞു കൊടുക്കണം. കഞ്ചാവിന്റെ ഇതിന് വരുന്നതാണ് സാധനം.
കഞ്ചാവിന്റെ പട്ടികയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ബോട്ടിൽ പഠിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോമലത അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പൊ മദ്യപാനവും മാംസഭക്ഷണവും ശീലമാക്കി ഇരുന്നവരാണ് കുതിരയെയും ഇരുമ്പിനെയും കൊണ്ട് കേരളത്തിലേക്ക് വന്ന. എപ്പോഴാണ് ഇവർ നമ്മുടെ ഇതുണ്ടല്ലോ ഈ വെജിറ്റേറിയൻസ് ആയി സസ്യഭക്ഷണത്തിന്റെ ശീലം ഉള്ളവരായി മാറിയത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കൗതുകമാണ്. സമയമുണ്ട് സാർ, എനിക്കത് പറയാം. ഒത്തിരി സമയം എടുക്കുമോ? അത് നമ്മളൊക്കെ ധരിക്കുന്നത് അഹിംസയുടെ അപ്പോസ്തലൻ ശ്രീബുദ്ധനാണ്. തെറ്റായൊരു ധാരണ. ശ്രീബുദ്ധൻ ഒരിക്കലും പൂർണ്ണ അഹിംസ പറഞ്ഞിട്ടില്ല. അതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായ ആനന്ദൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവേ, നമ്മൾ ഒരു അപകടസ്ഥാനത്ത് പെടുകയും നന്നായി വിശക്കുകയും മാംസം മാത്രമേ ലഭ്യമാകൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ഭക്ഷിക്കും? ഗുരു പറഞ്ഞു, മാംസം ഭക്ഷിക്കാം. ബുദ്ധൻ പറഞ്ഞു, മാംസം ഭക്ഷിക്കാം. മറ്റൊന്നും കിട്ടാതിരുന്നാൽ നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കാം, നിഷിദ്ധമല്ല എന്ന്. തീർന്നില്ല. ഈ ബുദ്ധമതത്തിനെ ദേശീയ ലോകമതമാക്കി മറ്റൊരാളുണ്ട്, അശോകൻ, സമ്രാട്ട് അശോകൻ. അശോകന്റെ ഗിർനാറിൽ ഒരു ശാസനമുണ്ട്. അദ്ദേഹത്തിന്റെ 10-30 ശാസനങ്ങളിൽ കാണിട്ടുണ്ട്. അതിൽ ഗിർനാർ ശാസനത്തിൽ അദ്ദേഹം പറയുന്നു, എന്റെ അടുക്കളയിൽ 13 മൈലുകൾക്ക് മുകളിൽ കുറച്ചിട്ട് 2 എണ്ണമാക്കി ചുരുക്കണം. അടുക്കളയിൽ മൈല് ഭാഗം ചെയ്യുമായിരുന്നു, ഡെയിലി 13 മൈല്. അത് 2ആക്കി ചുരുക്കാനേ പറയുന്നുള്ളൂ, വേണ്ട എന്ന് പറയുന്നില്ല. ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്. ബുദ്ധൻ എന്തുകൊണ്ട് മധ്യമമാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞു എന്ന്? മധ്യമമാർഗമാണല്ലോ അദ്ദേഹം സ്വീകരിക്കും. മധ്യമമാർഗം സ്വീകരിക്കുന്നതിന് കാരണം 2 എക്സ്ട്രീമിസ്റ്റുകൾ നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ പറ്റും. ഋഗ്വേദത്തിൽ ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ യാഗ സംസ്കാരത്തിന് ബദലായി തന്നെ ഋഗ്വേദ കാലത്ത് സിന്ധു നദീതട സംസ്കാരത്തിൽ മറ്റൊരു വിഭാഗം ഉയർന്നു വന്നു, ജൈനമതക്കാർ. നിങ്ങൾക്ക് അതിശയം തോന്നാം, ജൈനമതം അന്നേ ഉണ്ടോ? വർത്തമാന മഹാവീരൻ മുതലല്ലേ മഹാവീരനുള്ളൂ? അല്ല. ജൈനമതമുള്ളൂ? അല്ല. ജൈനമതം എന്ന് പറയുന്നത് ജയിച്ചവൻ, വികാരങ്ങളെയും വിചാരങ്ങളെയും ജയിച്ചവരെന്നാണ് ഇതിന്റെ അർത്ഥം. അതിന് 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനും അവസാനത്തെ തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരനും. അതില് ഈ ആദ്യത്തെ ഋഷഭദേവന്റെ ചിഹ്നം കാളയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഋഗ്വേദത്തിൽ സൂചനയുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് അതിനകത്ത് പറയുന്നത് വാദരശന മുനി എന്നാണ്. വാദരശനം, വാദം എന്ന് പറഞ്ഞാൽ കാറ്റ്, അരശനം അരഞ്ഞാണം. കാറ്റിനെ അരഞ്ഞാണമാക്കിയവൻ നഗ്രൻ. നഗ്ന സന്യാസിയാണ്. കാര്യം നിങ്ങൾക്കറിയാം, ജൈനമതത്തിൽ 2 വിഭാഗങ്ങളുണ്ട്, ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും. ഇദ്ദേഹം ദിഗംബരനായി. അപ്പൊ ചോദിക്കാം, അത് പിന്നെ ശിവനാകാമല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ശിവൻ എന്ന് പറയാത്തത്? അതിനെക്കുറിച്ച് അതിനകത്ത് പറയുന്നത് ലിംഗാരാധകർ കൃത്യമായി പറയുന്നത്. അപ്പൊ ഈ ഋഗ്വേദ കാലത്ത് 3 തരം വിഭാഗങ്ങളെയാണ്, 3-4 പേരെ വിഭാഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ആര്യ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ദ്രാവിഡ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഇതിന് രണ്ടിനുമെതിരെ പോരാടി നിൽക്കുന്ന ജൈനമതക്കാർ, ശൈവ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ലിംഗാരാധന. ഈ ശൈവ മതക്കാർക്ക് ഒരു പ്രത്യേകതയുള്ളത്, അവരാണ് ലോകത്താദ്യമായി മാസ്ക് ഉപയോഗിച്ചത്. എന്തിനാണ് അവർ മാസ്ക് ഉപയോഗിച്ചതെന്നറിയാമോ? ഇതുപോലെ കോവിഡ് ഒന്നും വരാതിരിക്കാനല്ല. നമ്മുടെ ഉച്ഛ്വാസവായു തട്ടി അണുക്കൾ ചത്തുപോകരുത്. ഉച്ഛ്വാസവായു, ശ്വാസം വളരെ വേഗത്തിൽ വിടുമ്പോൾ അത് തട്ടി അണുക്കൾ ചത്തുപോകും. അത്ര കണ്ട അഹിംസാവാദികളായിരുന്നു. അത്ര കണ്ട അഹിംസാവാദികൾ. അവര് തറയിൽ ചവിട്ടി നടക്കാറില്ല. ഈ ജൈനസന്യാസിമാർ അധികം അങ്ങനെ നടക്കാറില്ല. അവർ രാത്രി കാലങ്ങളെ നടക്കാറുള്ളൂ. കാര്യം രാത്രിയിൽ ജീവജാലങ്ങളൊക്കെ ഉറക്കമായിരിക്കുമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില പ്രത്യേക സ്വഭാവമാണ്. ഇതിനെതിരെയാണ് ബുദ്ധൻ വന്നത്. ആ കൂട്ടക്കൊല നടത്തുന്ന ബ്രാഹ്മണനെതിരെയും ഈ ഉച്ഛ്വാസവായുവിൽ അണുക്ക ചത്തുപോകുമെന്ന് പറയുന്ന ജൈനനെതിരെയുമുള്ള മധ്യമ മാർഗമാണ് ബുദ്ധൻ സ്വീകരിച്ചത്. പക്ഷേ ഈ ബുദ്ധന്റെ മധ്യമ മാർഗത്തെക്കാൾ ആളുകൾക്ക് ഇഷ്ടം ഒന്നുകിൽ ഈ തീവ്രമായ മൃഗങ്ങളെ കൊന്നു തിന്നുന്ന രീതി, അതല്ലെങ്കിൽ ജൈനന്റെ ഈ ഉച്ഛ്വാസവായുവിൽ പോലും നമ്മൾ അഹിംസ സൂക്ഷിക്കുന്ന രീതി. ഈ 2 രീതികളുമാണ് ആളുകൾ സ്വീകരിച്ചത്. അങ്ങനെയാണ്
ജൈന ഭിക്ഷുക്കൾക്ക് സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം വരാൻ കാരണം അത് കുവലയമാല കഥ എന്ന് പറയുന്ന, അതായത് 779 ക്രിസ്തുവർഷം 779 നെടുമങ്ങാട് തിരുവനന്തപുരം വിഴിഞ്ഞത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതിയാണ്. അതായത് രാജസ്ഥാനിൽ നിന്ന് കുവലയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ വിഴിഞ്ഞത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്ര വർണ്ണനയാണ്. അതിനകത്ത് ഈ ജൈന സന്യാസിമാരെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. ജൈന സന്യാസിമാർ വളരെ ഭയത്തോടും ബഹുമാനത്തോടും കൂടിയാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. ഇത് ബ്രാഹ്മണ സമൂഹത്തിനെ സ്വാധീനിക്കുകയും ഇവര് ജൈന മതത്തിലേക്ക് മാറിയില്ലെങ്കിലും ജൈന മത ഭക്ഷണ ജീവിത രീതി അവർ സ്വീകരിച്ചു. ഇനി മറ്റൊന്നുകൂടെ പറയാൻ, ജൈനമതക്കാരെ പുകഴ്ത്തി പറയുന്നല്ല, അവര് എന്തുകൊണ്ട് നിലനിൽക്കുകയും ബുദ്ധമതം എന്തുകൊണ്ട് ക്ഷയിക്കുകയും ചെയ്തെന്നുകൂടി നിങ്ങൾ അറിയണം. അത് നിലനിൽക്കുന്നതിന്, ഇന്നും ജൈനമതം ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് കാരണം അവർ ചാതുർവർണ്ണ വ്യവസ്ഥ സ്വീകരിച്ചവരാണ്. ബ്രാഹ്മണൻ ചെയ്ത ചാതുർവർണ്ണ വ്യവസ്ഥ അതുപോലെ അവർ സ്വീകരിച്ചവരാണ്. 1955 ആൾ ഇന്ത്യ ജൈന പരിഷത്ത് ആദ്യമായി പട്ടികജാതിക്കാരൻ അവന്റെ അമ്പലം തുറന്നു കൊടുത്തത്, പാലക്കാട് അടക്കം. ജൈനമേട് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട് പാലക്കാട്, ഇല്ലേ? പാലക്കാട്ടുകാരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. ജൈനമേട് ഇപ്പോഴും ഉണ്ട് അവിടെ. കേരളത്തിലാകെ ജൈന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ബുദ്ധക്ഷേത്രങ്ങൾ അത്ര കണ്ട് ഉയർന്നു വരാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിന് മറ്റൊരു വിഷയമാണ്, അത് ഞാൻ അതിലേക്ക് വിടുകയും. അപ്പൊ ഇങ്ങനെയാണ് ഈ മദ്യവും മാംസവും വയറ് നിറച്ചു കഴിച്ച് ഭംഗിയായി കുടിച്ചു കൂത്താടി നടന്ന ഈ ബ്രാഹ്മണ സമൂഹം ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇന്ന് പോരാടുന്ന സമൂഹം വെജിറ്റേറിയന്മാരായി മാറുകയും സാത്വികരായി മാറുകയും ചെയ്തത് ജൈന മതത്തിനെ അനുകരിച്ചിട്ടാണ്. കാര്യം രണ്ടുപേരും ചാതുർവർണ്ണ വ്യവസ്ഥ സ്വീകരിച്ചവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഈ ജാതിയും ഈ ചാതുർവർണ്ണ വ്യവസ്ഥയും ഒന്നിച്ചു നിലനിൽക്കുമ്പോൾ ആണ് ഇവിടെ അയിത്തം കൊടി കുത്തിവായി. അയിത്തത്തിനെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ പറഞ്ഞിരിക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ട ഒരു കവിതയുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ കേരളം എന്ന കൃതിയിൽ വളരെ കൃത്യമായി ഇതിന്റെ പൂർണ്ണ രൂപമുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കേൾക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് കൈകൊട്ടപ്പെട്ട് പോയോർക്കും തഥാ ശൂദ്രർക്കും ആറടി, തീണ്ടാതിരുന്നോർക്കോ വിധിച്ചു പന്തീരടി, തച്ചൻ ആശാരി കൊല്ലൻ തട്ടാൻ ഈഴവരും തഥാ ചതുർവിംശതി പാദസാൽ ഇച്ചുന്നോര് ജനത്തിന്, പറയൻ പുൽക്കസന്മാരും നായാടിയും വേടയും തഥാ ഇച്ചൊന്നോര് വരിഷയ്ക്കെല്ലാം 42 അടി ദൂരത, മറ്റു ചൊല്ലാത്തവർക്കെല്ലാം 36 അടി വേണമേ. കേട്ടിട്ടുണ്ടോ? ഇതാണ് വ്യവസ്ഥ. ഇതെല്ലാം ബ്രാഹ്മണനിൽ നിന്നാണ്. ബ്രാഹ്മണനിൽ നിന്ന് 6 അടി മാറി നിൽക്കണം. തീണ്ടായിയായ സ്ത്രീ 12 അടി മാറി നിൽക്കണം. ഈഴവരും ബാക്കി ഈ തച്ചന്മാരും എല്ലാം 24 അടി മാറി നിൽക്കണം. പറയനും കൊലയനും എല്ലാം 45 അടി മാറി നിൽക്കണം. 48 അടി. ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ കണക്കിൽ. അത് പറയാനാണ് ഞാൻ തരുന്നത്. 6ന്റെ ഗുണിതങ്ങളാണ്. 6, 12, 36, 48. എന്താണ് ഈ 6 അടി? നമുക്കിപ്പോ ഒരു ഞാനെന്ന് പറയുന്ന പറയൻ ഇവിടെ നിൽക്കുകയും ബ്രാഹ്മണൻ അവിടെ ഇത് അളക്കാൻ പറ്റില്ല, സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റില്ല. അതിനാണ് 6 അടി എന്ന ഒരാൾ പൊക്കം, ഒരാളിന്റെ നീളം ഏകദേശം. അതാണ് 6 അടി പെരുക്കം. നടന്നതാണ് ഇതൊക്കെ. ഇത് ബ്രാഹ്മണൻ എഴുതി വെച്ചതാണ്. ഇത് ശൂദ്രനും ഈഴവനും പറയനും കൊലയനും ഒന്നും ചെട്ടിയൊന്നും എഴുതി വെച്ചതല്ല. ഇത് ബ്രാഹ്മണൻ തന്നെ എഴുതി വെച്ചതാണ്. കാര്യം ഇത് അനന്തരകാലികൾ ഇത് ശീലിക്കണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സനാതനത്തിന്റെ ഒരു രേഖയാണ് ഞാനിവിടെ വായിച്ചത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു ജ്ഞാനസൂര്യൻ കേരളത്തിൽ പിറന്നു വീഴുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുന്ന കാലം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ കുളിക്കാനുള്ള കുളങ്ങള്, നടക്കാനുള്ള വഴികള്, അവന്റെ വേഷം, അവന്റെ ഭക്ഷണം, അവൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് അന്യം തീരുമാനിക്കുന്ന ഒരു കാലത്ത്, ആ കാലഘട്ടത്തിലാണ് ഗുരു ജനിക്കുന്നത്. ഗുരുവുമായി 2 ബന്ധങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങള് മിക്കവാറും പറയും ഇയാള് വലിയ തള്ള്, ഇത്രയും വലിയ തള്ള് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. അറിയാം, തിരുവനന്തപുരത്തുകാർക്കറിയാം. അവിടെ ഇന്ന് മോഹൻലാലിന്റെ കയ്യിരിക്കുന്ന വസ്തുവിന്റെ
അവിടെ ഒരു പഴയ കെട്ടിടമുണ്ടായി. ആ കെട്ടിടത്തിലൊരു പേര് എഴുതി വെച്ചു, ഡോക്ടർ ജിയോപാൽ. കണ്ടിട്ടുണ്ടോ? ഡോക്ടർ ജിയോപാൽ. ഈ ജിയോപാല് എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അവിടെ ചെന്ന് ഞാൻ പെണ്ണ് നോക്കും, അദ്ദേഹത്തിൻ്റെ ചെറുമകളെ. പക്ഷെ ജാതക ഈ പഴയ ഒരു സമ്പ്രദായം, ഞാൻ ഇപ്പോഴാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ടെങ്കിൽ പോരുമായിരുന്നു. ഒക്കെ പോകുന്നൊരു കാലം അങ്ങനെ അത് നടന്നില്ല. അല്ലാതെ തന്നെ നടക്കുന്ന ബന്ധുവാണ്. അവിടെ നാരായണ ഗുരു സ്ഥിരമായി പോകും. അദ്ദേഹത്തിന്റെ മുറി അവിടെ ഒരു 4 മുറികളുള്ള ഡോക്ടറുണ്ട്. ഡോക്ടർ ജീവപാൽ എന്ന് പറയുന്നത് അയാളൊരു ഡെന്റിസ്റ്റാണ്. അദ്ദേഹം മാവേലിക്കരക്കാരനാണ്, തിരുവനന്തപുരത്ത് താമസമാക്കിയത്. അദ്ദേഹം ഈ ഡിഗ്രി ഒന്നും എടുത്ത ആളാണ്. ഒരു സാഹിബിനോട് ഒന്ന് പല്ലിളക്കാനും വയ്ക്കാനും ഒക്കെ പഠിച്ചു. അതുകൊണ്ടൊന്ന് ഇവിടെ ബോർഡും വെച്ചു. അദ്ദേഹത്തിന്റെ പേര് ഗോപാലപിള്ള എന്നാണ്. പക്ഷെ പേര് ജിയോപാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ. അപ്പൊ ഏതായാലും ഗുരുദേവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പല്ല് വേദന കൊണ്ട് അവിടെ കയറി പരിശോധിച്ചപ്പോൾ ഗുരുവിന് മരുന്നെന്തോ കൊടുത്തിട്ട് പറഞ്ഞു 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഗുരു തിരിച്ചു വന്നപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ നീര് വെച്ചിയെങ്കിലും പല്ലിളക്കിയേ പറ്റൂ, പല്ല് നെടുകി. അപ്പോൾ പല്ലിളക്കണം 2 ദിവസം താമസിക്കും. ഗുരു പറഞ്ഞിളക്കാം പല്ലിളക്കി. അപ്പൊ പ്രതിഷ്ഠ കഴിഞ്ഞ സമയം ഗുരു പ്രസിദ്ധനായി കഴിഞ്ഞു. നാണുമാശാനിൽ നിന്ന് നാരായണ ഗുരുവിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ പല്ലിളക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു ദിവ്യന്റെ പല്ലല്ലേ ഞാൻ ഇളക്കി. അത് അദ്ദേഹം സുഖമായി ഒരു നമ്മുടെ ആഭരണ പെട്ടി പോലെ ഒരു പെട്ടിക്കകത്ത് സൂക്ഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിന് 97-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. ഈ ഗോപാലപിള്ള. അദ്ദേഹത്തിന്റെ മകൻ ശിവരാജൻ ജോർജ് ബുഷിന്റെ ടെക്നിക്കൽ അഡ്വൈസറാണ്. ആ കാലഘട്ടത്തിൽ അച്ഛൻ മരിച്ചപ്പോൾ ഈ വസ്തു വിറ്റിട്ട് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഈ പല്ലിന്റെ പ്രശ്നം ഇതെങ്ങനെയോ ബോംബെയിലെ SNDP-കാരാണ്. അവര് പറഞ്ഞവിടെ എത്തി, എന്ത് ചെലവാണ് ഞങ്ങൾക്ക് ഈ പല്ല്? ബോംബെയിലെ SNDP-യിൽ ഇപ്പോഴും ആ പല്ല് സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, വേറെ ഏതാണ്ട് ഒരു പേര് ആയിരിക്കാം. അല്ല, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ മറ്റൊരു പല്ലൊരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, അറിയും. ശ്രീലങ്കയിൽ കാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. ബുദ്ധന്റെ പല്ല് അവിടെ സൂക്ഷിച്ചു. ഗുരു അവിടെ ഗുരു 2ാമത്തെ സന്ദർശനത്തിൽ സന്ദർശിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് കാണ്ടി. കാണ്ടിയിൽ ബുദ്ധന്റെ പല്ല് സൂക്ഷിച്ചിട്ടുണ്ട്. നോക്കണേ, ആ കാലത്തിന്റെ ഒരു ആവർത്തനം, ചരിത്രത്തിന്റെ ആവർത്തനം. അതേ ഗുരുവിന്റെ പല്ല് മറ്റൊരു സ്ഥലത്ത്. ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലാണ്, പല്ല് സൂക്ഷിച്ചത് ശ്രീലങ്കയിലാണ്. ഗുരു ജനിച്ചത് പിന്നെ തിരുവനന്തപുരത്താണ്, പല്ല് സൂക്ഷിച്ചിരിക്കുന്നത് ബോംബെ. നോക്കൂ, രണ്ടുപേരുടെയും ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ ഇങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. 2ാമതൊരു ബന്ധമുള്ളത് അത് ഞാൻ വരുന്ന വഴിയെ പറയാം. കാര്യം ഇടയ്ക്ക് കയറി പറഞ്ഞാൽ അതിന്റെ ആ ഒരു ടംബം. അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവമായി കൊണ്ടാടുമ്പോഴും അതിന്റെ സാങ്കേതികത്വം പലരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ സാങ്കേതികത്വം 15-ാം നൂറ്റാണ്ടിൽ ചേന്നാസ് നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ദിവ്യൻ, അതായത് ഇദ്ദേഹം സനാതനത്തിന്റെ ആള്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് യോഗസമുച്ചയം. ഇതനുസരിച്ചാണ് പ്രതിഷ്ഠകൾ നടക്കുന്നത്. ഇതിനകത്ത് ദേവിയുണ്ട്, ശിവനുണ്ട്, വിഷ്ണു, മറ്റു ദൈവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബാക്കി അവർണ്ണനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വേറൊന്നുണ്ടാക്കി അതിന്റെ പേരാണ് ശേഷ സമുച്ചയം. ഈ സമുച്ചയ രീതി അനുസരിച്ച് അല്ലാതെ ഒരൊറ്റ ക്ഷേത്ര പ്രതിഷ്ഠയും പാടില്ല. കർശനമാണ് നിയമം. ബിംബം ഉണ്ടാക്കുന്ന രീതി അനളവുണ്ട്. 1.5 അടി, പിന്നെ 2.5 അടി, അങ്ങനെ പ്രത്യേക 6 അടി വരെയുള്ള ബിംബങ്ങളെ കൂടെ 6 മുതൽ 18 വരെയുള്ള വലിയ അളവിലുള്ള ബിംബങ്ങൾ ഇത്ര നീളം ഉണ്ടായിരിക്കണം. അതിന് ബാലാലയ പ്രതിഷ്ഠ വേണം, അതിന് ഇത്ര ദിവസത്തെ പൂജ വേണം, അതിന് ഇത്ര ദിവസത്തെ ശുദ്ധി വേണം. ഇങ്ങനെ നിരവധി നിയമങ്ങൾ. ഈ നിയമങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ്, സനാതനത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ്
നാരായണ ഗുരു. ഇതാണ് അതിന്റെ പ്രാധാന്യം. സനാതനത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ അവർണനെ സംബന്ധിച്ച് അവൻ അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും അവൻ നിത്യേന ജോലി ചെയ്താലേ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മളെക്കാളേറെ ഗുരുവിനറിയാം. പക്ഷെ ഗുരു ചെയ്തത് ഇവിടുത്തെ സനാതനത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം. അവൻ ഉണ്ടാക്കി വെച്ച നിയമങ്ങളെ ഒരൊറ്റ പ്രതിഷ്ഠ കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് അട്ടിമറിച്ചു. ഇവിടെ ഗുരുവിന് ഈ ധൈര്യം എവിടെ കിട്ടി? ഇവിടെയാണ് ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. 1782 അദ്ദേഹം വൈവാഹിക ജീവിതം അവസാനിപ്പിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അത് അവസാനിപ്പിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് അവിടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഒരു കളയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പേട്ടയിൽ. അതിന്റെ പേര് ജ്ഞാനപ്രജാകരം സഭ എന്നാണ്. അത് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കൃത്യമായി പറയേണ്ടുന്ന ഒരു കാര്യമാണ് ജ്ഞാനപ്രജാകരം സഭ. ഈ ജ്ഞാനപ്രജാകരം സഭയിലെ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിനെ മാറ്റിമറിച്ചത്. അതിനകത്ത് അയ്യാ ഗുരു, അയ്യാ വൈകുണ്ഠരല്ല, അയ്യാ ഗുരു. വൈകുണ്ഠർ വേറെ, തൈക്കാട്ട് അയ്യാവ് എന്ന് പറയുന്ന അയ്യാ ഗുരു. അദ്ദേഹത്തിന്റെ പേര് പിന്നെ വാസുദേവ പണിക്കരെന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തമിഴനാണ്. തിരുവനന്തപുരത്ത് വന്നു. പിന്നെ സൂപ്രണ്ട് സ്വാമി എന്നാണ് അറിയപ്പെടുന്ന ഇവിടെ സൂപ്രണ്ടായിട്ട് വന്നു സാഹിബിന്റെ ഓഫീസിൽ. യോഗത്തിൽ അഗ്രഗണ്യനായിരുന്നു. തമിഴെ അറിയാവോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപാകത. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ആണ് ആ സഭ കൂടി. ആ സഭയിലെ വിദ്യാർത്ഥികളായിരുന്നു നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിന്റെ പിന്നെ പഠിപ്പിച്ച ഫാദർ ഫെർണാണ്ടസ്, മക്കിടി ലബ്ബ, തക്കല പീരു മുഹമ്മദ് തുടങ്ങിയ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അവിടെ അദ്വൈതത്തിന്റെ ക്ലാസ് എടുത്ത രണ്ടാളുകളാണ്. ഒന്ന് അയ്യാ ഗുരുവും ഒന്ന് സുന്ദരം പിള്ളയും. ജ്ഞാനപ്രജാകരം സഭ. ഈ ജ്ഞാനപ്രജാകര സഭ ഉണ്ടാക്കിയത് പേട്ടയിൽ രാമപിള്ളാശാൻ. കാരണം അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ നായരാണെങ്കിലും ജാതി കുറഞ്ഞ നായർ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് അപകടങ്ങൾ. അദ്ദേഹം സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തമായി വന്നൊരു പള്ളിക്കൂടം പറയും. അതാണ് പേട്ടയിൽ ഒരു സ്കൂള്. ആ സ്കൂളിന്റെ പേര് ജ്ഞാനപ്രജാകരൻ. ആ സ്കൂളിനകത്താണ് ഇത് എല്ലാ ആഴ്ചകളിലും കൂടുന്ന ജ്ഞാനപ്രജാകരം സഭ. ഈ ജ്ഞാനപ്രജാകര സഭയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സാധാരണ എല്ലാവരും പറഞ്ഞു വരാറുണ്ട് ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനാണ് നാരായണ ഗുരു. ഇവിടെ നമ്മൾ ഈ കേസ് പഠിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളത് കൃത്യമായി ശ്രദ്ധിക്കും. ഇവിടെ നമ്മളൊരു സ്കൂളിൽ എന്റെ സാറിനെ 2ാം ക്ലാസ് പൊട്ടിച്ചേർക്കും. ഒരു കൊല്ലം കഴിഞ്ഞ് എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കും. എങ്ങനെയാണ് സാർ എന്റെ ഗുരു? ഓ ഇല്ല, ചട്ടമ്പി സ്വാമികൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാരായണ ഗുരു 1ാം ക്ലാസ്സിൽ ഒരേ പള്ളിക്കൂടത്തിൽ 2 ക്ലാസ്സുകളിലായി പഠിച്ചു. ഒരാൾ സീനിയർ, അത് അത്യാവശ്യം. പക്ഷെ ഇവിടെ മണക്കാട് സുമാരൻ നായരെ പോലുള്ളവരെ എഴുതി പഠിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ശിഷ്യനാണ്? അങ്ങനല്ല, രണ്ടുപേരുടെയും വഴി രണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികൾ ഗവേഷകനാണ്, ഭാഷാ ഗവേഷകനാണ്, ബ്രാഹ്മണ്യത്തിനെതിരെ നേരിട്ട് പോരാടിയ ആളാണ്. നാരായണ ഗുരു അങ്ങനെയല്ല. നാരായണ ഗുരു ഒരിക്കലും നേരിട്ട് പോരാടിയിട്ടില്ല. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കയറ്റിയില്ലെങ്കിൽ ആ വഴി അദ്ദേഹത്തിന് അടച്ചാൽ അദ്ദേഹം വേറൊരു വഴി. അദ്ദേഹം ഒരിക്കലും ചെറുത്ത് നിൽക്കാൻ പോയിട്ടില്ല. അതാണ് ദാർശനികരുടെ രീതി. അവരുടെ വഴി ചേർത്താൽ അവർ വേറൊരു വഴിയും. ഗുരു ഒരിക്കലും പോരാടിയിട്ടില്ല. പക്ഷേ പോരാടാനുള്ള ആയുധം ഇവിടുത്തെ സമൂഹത്തിൽ കൊടുത്തിട്ടാണ് അദ്ദേഹം. അതാണ് ഗുരുവിന്റെ വ്യത്യാസം. അതുപോലെ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ 2ാം ശങ്കരൻ. ഈ അടുത്ത കാലത്ത് ഒരാളാണ് വച്ച് കീറുക 2ാം ശങ്കരൻ. പക്ഷെ ഞാൻ അന്തം വിട്ടു. ഇതെങ്ങനെയാണ് അദ്ദേഹം 2ാം ശങ്കരനാകുന്നത്? ശങ്കരാചാര്യർ അദ്വൈതത്തിന്റെ ആചാര്യനാണെന്നുള്ളത് ശരി. പക്ഷെ അദ്ദേഹം ചാതർവർണ്ണ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിച്ച ആളാണ്. സംശയം തോന്നില്ലേ? അദ്ദേഹം എഴുതിയൊരു കൃതിയുണ്ട്. അദ്ദേഹം ഒരു വ്യാഖ്യാനം നടത്തിയൊരു കൃതിയുണ്ട്, ബാദരായണന്റെ കൃതി.
ആ കൃതിക്കകത്ത് 38, 39, 40 അല്ല 37, 38, 39 മൂന്നിടത്തും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ശൂദ്രന് വേദാധികാരമില്ല. ശൂദ്രന് വേദാധികാരമില്ല എന്ന് ബാദരായണന്റെ വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യർ പറയുന്നു. അദ്വൈത സിദ്ധാന്തിയാണ്, ശരി. അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തം മാനവീയതയിൽ അടിയുറച്ചതല്ല. ഗുരുവിന്റെ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് മാനവീയത എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മുകളിൽ പടുത്തുയർത്തിയതാണ്. മറ്റത് വെറും ദർശനത്തിന്റെ മുകളിൽ പടുത്തുയർത്തി. ഇത് രണ്ടുള്ള വ്യത്യാസമാണ്. ഒന്ന് മനുഷ്യ കേന്ദ്രീകൃതമാണ്, മറ്റത് ആശയ കേന്ദ്രീകൃതമാണ്. ഇവിടെയാണ് ഗുരു എന്ന മനുഷ്യനും മനുഷ്യനെ ഗുരു എങ്ങനെ കണ്ടു എന്നുള്ളതിന്റെയും സ്ഥിതി നമ്മൾ പഠിക്കുന്നത്. ഇത് ഏറ്റവും വലിയ അബദ്ധമാണ് ഈ ഇവിടെ. അങ്ങനെയെങ്കിൽ നാരായണ ഗുരുവിന് അങ്ങനെ ഒരു പദവി ചാർത്തി കൊടുക്കാമെങ്കിൽ അദ്ദേഹത്തിന് പറയേണ്ടത് അഭിനവ ബുദ്ധൻ എന്നാണ് എന്റെ. ലോകത്താദ്യമായ ഒരു റിബൽ ചിന്ത, ചാതുർവർണ്ണ വ്യവസ്ഥക്കെതിരെ, വൈദിക സംസ്കൃതിക്കെതിരെ, ബ്രാഹ്മണ്യത്തിനെതിരെ ആദ്യമായി കലാപം, ചിന്തയിലൂടെ കലാപം അഴിച്ചുവിട്ട ബുദ്ധനാണ്. അതങ്ങ് വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇങ്ങ് കൊച്ചു കേരളത്തിൽ അത് ചെയ്തതിന് അതിന് സമാനമായി ചെയ്ത ആദ്യത്തെ, ഒരുപക്ഷെ എന്ന് തന്നെ ഞാൻ പറയുന്നു, ആദ്യത്തെ വിപ്ലവകാരി എന്ന് പറയുന്നത്. അപ്പോ ഇനി ഓടി നടന്ന് ഒന്ന് അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ഗുരു സാഹിത്യരംഗത്ത് ചെയ്തൊരു വിപ്ലവം കൂടി പറഞ്ഞുകൊണ്ട്, അത് പറയാതെ പോയാൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സാഹിത്യരംഗത്ത് അദ്ദേഹം ചെയ്തൊരു വിപ്ലവമുണ്ട്. ഭഗവത്ഗീത നമുക്കറിയാം. ഹിന്ദുവിന്റെ 3 മഹത്തായ പുരാണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ? രാമായണം, ഭഗവത്ഗീത. മൂന്നാമത്തെ രാമായണം തെളിയിച്ചിട്ടുണ്ട് BC 2, 3 കാലഘട്ടം, മഹാഭാരതം ഏതാണ്ട് ആ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇതാണ്, അല്ല ഭാഗവതം. ഈ ഭാഗവതത്തിന് 600 കൊല്ലത്തിലേറെ പഴക്കമില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഭോപദേവൻ എന്ന് പറയുന്ന ആന്ധ്ര ബ്രാഹ്മണൻ 15, 16 നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് എഴുതി ചേർത്തതാണ് ഈ ഭാഗവതം എന്ന് പറയുന്ന സാധനം. അതവിടെ നിൽക്കട്ടെ. അവിടെയാണ് ദശാവതാരമൊക്കെ വരുന്നത്. അതിന് മുമ്പ് ദശാവതാര സങ്കല്പമൊക്കെ വളരെ കുറവാണ്. ഇനി ഭാരതത്തിനെ കുറിച്ച് പറയട്ടെ. ഭാരതം എഴുതിയത് BC 3-ാം നൂറ്റാണ്ടാണ്. താളിയോലയിൽ എഴുതിയിട്ടതാണ്. 2500 കൊല്ലത്തിനും എഴുതിയിട്ട താളിയോല ഇന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ആ താളിയോല അതേ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുമോ? നോ. അത് കിട്ടുന്നത് എങ്ങനെയാ? ഓരോ 60 വർഷം കഴിയുമ്പോഴും ഓരോ താളിയോലക്കെട്ടും പുതുക്കി എഴുതണം കൊട്ടാരം ഗ്രന്ഥപ്പുരകളിൽ. അതിനുവേണ്ടി ആളുകൾ നിയമിക്കും. കാര്യം മനുഷ്യന്റെ ആയുഷുമായി ബന്ധപ്പെടുത്തിയാണ് പുസ്തകത്തിന്റെ ആയുസ് എന്ന് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് 60 വയസ്സ് വരെ നമ്മൾ ഷഡ്യന്തമൂർത്തി ആഘോഷിക്കുന്നത്. ബ്രഹ്മർഷി വർഷം 1 മുതൽ 60 വരെയാണ്. 60 കഴിഞ്ഞ വീണ്ടും 1 തുടങ്ങി. അങ്ങനെ ഓരോ ബ്രഹ്മർഷി വർഷം അവസാനിപ്പിക്കുമ്പോഴും ഈ ഗ്രന്ഥം പുതുക്കി എഴുതണം. ഞാനാണ് പുതുക്കി എഴുതാൻ തരണത്, പോകുന്നത്. സാറാണ് എനിക്ക് പൈസ തരുന്നത്. അങ്ങനെ 2 കഥ കൂടി. അങ്ങനെ 24,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന ജയം എന്ന കൃതി, ജയവും നാമ ഇതിഹാസമാണ് എന്റെ ഫലശ്രുതി പറയുന്നത്. 24,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന ആ കൃതി അവസാനം 80,000 ശ്ലോകങ്ങൾ വരെ അവിടെ മുതലേ നമുക്ക് കഴിയും. അന്ന് അതിന്റെ പേര് ഭാരതം. അത് കഴിഞ്ഞ് 1,00,000 ആയി. 1,00,000 ഗ്രന്ഥമത്രേ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ പേര് ഭാരത സംഹിത. 1,26,000 ശ്ലോകമായപ്പോ മഹാഭാരതം. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയോ വച്ചാണ് ഭഗവത്ഗീത എഴുതി കയറ്റി. അത് വ്യാസൻ എഴുതി എന്നൊക്കെ പറയാം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ 18 ദിവസം യുദ്ധത്തിന് അപ്പുറം ആളുകൾ തയ്യാറായി നിൽക്കുന്നു. ഈ യുദ്ധത്തിന്റെ മധ്യത്തിലേക്ക് അർജുനനെയും കൊണ്ട് കൃഷ്ണൻ വരുന്നു. അവിടെ നിന്ന് ഈ ഉപദേശം 700 ശ്ലോകങ്ങൾ പറയുന്നത് ബാക്കിയുള്ള 2 വില്ലേജും മുഴുവൻ വിചാരിക്കുന്നത് മണ്ടത്തരം. നമ്മളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കും. ഇതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, എന്താ പറഞ്ഞത്? അങ്ങ് സംസ്കൃത പണ്ഡിതനാണ്, ഈശ്വരവാസം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങ് തമിഴ് പണ്ഡിതനാണ്, അങ്ങ് തിരുക്കുറൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്, പച്ചമലയാളത്തിൽ കൃതി എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്നെ എന്തുകൊണ്ടാണ് ഭഗവത്ഗീത വിവർത്തനം ചെയ്യാത്തത്? ഞാൻ അദ്ദേഹം ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്. ഗുരുവിന്റെ വർത്തമാനമാണ് കടലോളം ആഴവും ആകാശത്തോളം പരപ്പും. അദ്ദേഹം പറഞ്ഞത്,
ഈ ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നാണ്. 10,000-കണക്കിന് ആളുകളെയാണ് കൊന്ന് തള്ളിയത് യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ അവസാനം ആകെ 9 പേരാണ് ജീവിച്ചത്. അപ്പോ മഹാത്മാഗാന്ധിയുടെ സന്തോഷം മഹാത്മാഗാന്ധി പറഞ്ഞത് ചാതുർവർണ്ണയം മായാസൂത്രം മര്യാദ പറയുന്നു, ഗുണകർമ്മ ഭഗവത് അതിവിടെ പറഞ്ഞു തോന്നുന്നു. കാരണം എന്താ, ഗുണവും കർമ്മവും ഒക്കെ കാലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് ഗുരു അത് പറഞ്ഞ് വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പക്ഷേ തിരുക്കുറൾ വിവർത്തനം ചെയ്തു. തിരുക്കുറൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണണം. തിരുക്കുറൾ മലയാളി എഴുതിയത്. ഇന്ന് നമ്മള് അണ്ണാച്ചിയില എന്ന് പറഞ്ഞ് 2000 കൊല്ലത്തിന് മുമ്പ് ഏതോ ഒരു മലയാളി എഴുതിയതിനെ തമിഴിൽ എഴുതി പോയതുകൊണ്ട് അത് അണ്ണാച്ചി എന്ന ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഉഴുതുണ്ട് വാഴ്വാരേ വാഴ്വാർ, മറ്റുമവർ തൊഴുതുണ്ട് പിൻചൽ പവർ. ധർമ്മോപദേശ കാവ്യങ്ങൾ അധ്വാനിക്കുന്നവന് വേണ്ടി എഴുതിയിട്ടുള്ള ഏക കൃതി തിരുക്കുറള. കർഷകന് വേണ്ടി 10 കവിതകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു കവിതയാണ് ഉഴുതുണ്ട് വാഴ്വാരേ വാഴ്വാർ. ഉഴുതുണ്ണുന്നവനാണ് യഥാർത്ഥ ജീവിക്കുന്നവൻ, മറ്റുള്ളവൻ ചക്രവർത്തി അടക്കം അവനെ തൊഴുതുണ്ണുന്നവരാണ് എന്നാണ് ആ കൃതിയിൽ പറയുന്നത്. കർഷകനെ ഇത്രയധികം അംഗീകരിക്കപ്പെടുന്ന മറ്റൊരു കൃതിയില്ല. പക്ഷേ നമുക്കതല്ല ഇഷ്ടം. നമുക്ക് ചാതുർവർണ്ണയം മായാസൂത്രം പറയുന്ന ഭഗവത്ഗീത കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കാനാണ് നമുക്കൊന്നും താല്പര്യം. നമ്മളിപ്പോഴും അധ്വാനിക്കുന്നവന്റെ കഥ പറയുന്ന കഥ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് രാജാവിന്റെ കഥ കേൾക്കാനും ജാതിയുടെ കഥ കേൾക്കാനും 3 കഥകൾ കേൾക്കാനുമാണ് നമുക്ക് ഇഷ്ടം. ഇതിനെ ഗുരു പൊളിച്ചൊളിക്കിയത് മറ്റൊരു കാര്യം ഒരു പ്രവൃത്തിയിലൂടെയാണ്. ഗുരുവിന് 5 മക്കളുണ്ടായിരുന്നു, അറിയാമോ? ഗുരു 5 കുട്ടികളെ, അദ്ദേഹത്തിന് 5 മാനസപുത്രന്മാരുണ്ടായിരുന്നു. 5 കുട്ടികളെ അദ്ദേഹം വർക്കലയിൽ നിന്ന് ദത്തെടുത്തു. 5 ദളിത് കുട്ടികളെ. ദളിത് കുട്ടികളുടെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചോണ്ട് പറയാം. പേരേറ്റുവിള കൊച്ചു ചടയൻ, വെങ്കടമൂട്ടിൽ ശങ്കരൻ, വയലിൽ രാഘവൻ, ചെറുകുന്നം കൃഷ്ണൻ, മുട്ടപ്പലം കൊച്ചാപ്പി. ഈ 5 ആൾ. ഇതിൽ ഒരാളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത്ര കൃത്യമായിട്ട് പറയുന്നത്. അത് പേരേറ്റുവിള കൊച്ചുകടയൻ. പേരേറ്റുവിള 5 പേരുകൾ അല്ലേ? പേരേറ്റുവിള കൊച്ചു ചടയൻ, വെങ്കടമൂട്ടിൽ ശങ്കരൻ, വയലിൽ രാഘവൻ, ചെറുകുന്നം കൃഷ്ണൻ, മുട്ടപ്പലം കൊച്ചാപ്പി. ഇതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥ കൂടെയുണ്ട്. ഈ പേരേറ്റുവിള കൊച്ചു ചടയനാണ് കേരളത്തിലെ ആദ്യത്തെ സിറ്റി മേയർ. കേട്ടിട്ടുണ്ടോ? കുഞ്ഞിരാമൻ. ഈ കൊച്ചുകടയൻ എന്നുള്ള പേര് കൊണ്ടാണ് പയ്യനെ ആശ്രമത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഗുരു നോക്കിയപ്പോ നല്ല വെളുപ്പല്ലെങ്കിൽ സാമാന്യ ഇരുനിറം. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുനിറമാണ്. അതാണ് ഞാൻ പറയാൻ തോന്നുന്നത്. ഇരുനിറമാണ്, പൊക്കം കുറവാണ്, പക്ഷെ നല്ല തുടുത്ത നല്ല ഓവനത്തുള്ള ഒരു കുട്ടി. അതിനിട്ടിരിക്കുന്ന പേര് കൊച്ചുകടയൻ. ഗുരു പറഞ്ഞ അതുകൊണ്ട് ഗുരു കൊടുത്ത പേരാണ് കുഞ്ഞിരാമൻ. ഈ കുഞ്ഞിരാമനെ സ്കൂളിൽ ചേർത്ത കഥകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് ഒരുപാട് നേരം എടുക്കുന്നുണ്ട്. ഇദ്ദേഹവുമായി എനിക്ക് ബന്ധം വരുന്നതിന് കാരണം ഇദ്ദേഹം പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. സ്വന്തം ജാതി തന്നെ, സാംബവ സമൂഹത്തിൽപ്പെട്ടയാണ് ഇദ്ദേഹം. അപ്പൊ വെള്ളനാട്ട് നിന്ന് എല്ലാ വെള്ളിയാഴ്ച ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു അവിടെ ഉള്ള ആളുകളൊക്കെ ഈ വട്ടിയും പായും പരമ്പും എല്ലാം വിൽക്കാൻ പാളയം ചന്തയിൽ. ഇദ്ദേഹം അവിടെ വെച്ചാണ് ഇവരെ കാണുന്നത്. കണ്ടിട്ട് ആലോചിച്ചപ്പോൾ അവർക്ക് കല്യാണം നടത്തി കുറെ ആളെ ശേഷം വളരെ പാവങ്ങളാണ്. അവസാനം ഇദ്ദേഹം അങ്ങനെയാണ്. അപ്പൊ വെള്ളനാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹമായിട്ട് ബന്ധം വന്നു. അദ്ദേഹം മേയറായി വന്നപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇവിടെ പഠിക്കുക. അങ്ങനെ അദ്ദേഹം മേയറായി ഞാൻ കണ്ടു. അദ്ദേഹം മേയറായ കേരളത്തിൽ ഇല്ലാതെ അദ്ദേഹം മേയർ നോക്കില്ല. ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം. സുകുമാരൻ മാത്രമല്ല, വേറൊരാൾ കൂടെ ഉണ്ട്, കെ വിശ്വനാഥൻ. അന്നത്തെ KPCC പ്രസിഡന്റ് കെ വിശ്വനാഥൻ. വിശ്വനാഥൻ കേസിൽ ഇടപെട്ടു. കാര്യം തിരുവനന്തപുരത്ത് മേയറാകാൻ ഈ റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ. മേയറാക്കണോ ആവാം. അവിടെ ഉള്ള ഈ നായന്മാരും പട്ടന്മാരും എല്ലാം കൂടെ കൂട്ടയടിയായി തർക്കം വന്നപ്പോഴാണ് സുകുമാരൻ അദ്ദേഹം പത്രാധിപർ എഡിറ്റോറിയൽ എഴുതി
ഒരുപാട് കഥയുണ്ട്, ഞാൻ അതൊക്കെ ചുരുക്കാൻ. എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയൽ KK വിശ്വനാഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു. KK വിശ്വനാഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാർട്ടിയിൽ സീനിയർ മൂർത്താണ്, പാർട്ടിയിൽ സീനിയർ ARB. അപ്പൊ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന് താമ്രപത്രം വാങ്ങിയതാണ്. ആ താമ്രപത്രം കണ്ട ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞത്, നാരായണ ഗുരുവിന്റെ ഒരു മാനസപുത്രനാണ് കേരളത്തിലെ ആദ്യത്തെ മേയർ എന്ന് എഴുതാൻ. നാരായണ ഗുരുവിന്റെ 2000-ലേറെ ചരിത്രം എഴുതി ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഗുരുവിന്റെ വ്യക്തിത്വത്തില് ഏറ്റവും കൂടുതൽ തിളക്കമാർക്കുന്ന ഈ ഒരു സംഭവത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ മടിക്കുന്നത് എഴുതാൻ? അപ്പൊ ചോദിക്കും, തനിക്കെന്താ താഴെ? ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യും, കേരളത്തിലെ നേരും നുണയും. അങ്ങനെ 1-2 പേര് എഴുതുന്നത്. കേരളത്തിലെ ചരിത്രത്തിലെ നേരും നുണയും എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ 2 ലേഖനങ്ങൾ, ഗുരുവിനെ കുറിച്ച് 2 ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ഇതില് കലാമന്ദിയിൽ എഴുതിയതുകൊണ്ട് ആരൊക്കെ വായിച്ചുകൊണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു പഴയ കഥയാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഗുരുവിനെ ഇത്തരം സംഭവങ്ങൾ വിലയിരുത്തുന്ന കാര്യത്തിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു. ഗുരുവിനെ നമുക്ക് ദൈവമാക്കണം. ഞാൻ കണ്ട ഏറ്റവും എനിക്ക് വളരെ സങ്കടം തോന്നിയതാണ്, മെഡിക്കൽ കോളേജിൽ ഉള്ളൂർ പോകുമ്പോൾ വലതുവശത്ത് ഗുരുവിന്റെ പെയിന്റ് അടിച്ചത്. പെയിന്റ് നല്ല നല്ല നിമിഷം വളമായി. എന്റെ പുറത്ത് ഒരു ദിവസം പാലഭിഷേകം നടക്കുന്നു. അതിനെതിരെ ചിന്തിച്ചയാണ് ഗുരു. ചാത്തനെ വരെ ഞാനൊരു ചാത്തനൊരു കത്ത് തന്നേക്കാം എന്ന് പറഞ്ഞ ഗുരു ആ ഗുരുവിന്റെ പ്രതിമയിലേക്ക് പാലഭിഷേകം നടത്തുന്നു. പൂവിട്ടോട്ടെ, പൂവിട്ട് തൊഴുതോട്ടെ, സമ്മതിക്കാം. പക്ഷെ ഈ അദ്ദേഹം പാലഭിഷേകത്തെ കുറിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ട്. കുട്ടിയൊക്കെ കൊടുക്കേണ്ടതിന് എന്തിനാണ് കൊണ്ടുവന്ന് വഴിയിൽ ഒഴുക്കിക്കളയുന്നതാണ് ഗുരു പറഞ്ഞത്. ആ ഗുരുവിന്റെ തലയിൽ കൂടെയാണ് ഈ പറഞ്ഞതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടത് പാലിക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാര്യം പറഞ്ഞു വെറുതെ ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ പറയാനുള്ള വിഷയമാണ് ഞാൻ സാറി പറഞ്ഞത് കൊണ്ട് 3 ആളുകളെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് അവസാനം. 3 ആളുകളിൽ ഒന്ന് ഏണസ്റ്റ് കെർക്ക്. ഏണസ്റ്റ് കെർക്ക് എന്ന് പറയുന്ന ഗുരുവിന്റെ ഒരു വൈദേശിക ശിഷ്യൻ, ഇംഗ്ലണ്ടുകാരൻ, മാഞ്ചസ്റ്ററിൽ ജനിച്ചയാൾ. അദ്ദേഹം വന്ന് ഗുരുവിന്റെ ശിഷ്യത്വം ആവശ്യപ്പെട്ടു. അതിലെന്താ? ശിഷ്യത്വം തരാം, തലമുണ്ടനം വേണ്ട, വേഷം മാറണ്ട. അപ്പൊ വേഷത്തിൽ ഇതിനും ഒന്നുമല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. മതത്തിന് 2 ഘടകങ്ങളാണുള്ളത്, ഒന്ന് ബാഹ്യവും മറ്റത് ആഭ്യന്തരവും. ആഭ്യന്തരം എല്ലാ മതത്തിനും ഒന്നാണ്. മനുഷ്യനെ നന്നാക്കുക എന്നത്. പക്ഷെ ബാഹ്യമായി താണ് വ്യത്യാസം. ഇവിടെ മാറേണ്ടത് മതമല്ല, മനുഷ്യനാണ്. അതുകൊണ്ടാണ് മതം മാറാൻ വേണ്ടി ഈഴവ സമൂഹത്തിന് പലരും രംഗത്തേക്ക് വന്നു. നിങ്ങൾക്കറിയാം, കൃഷ്ണൻ, മിതവാദി കൃഷ്ണൻ, ബുദ്ധബോധിച്ചവരാണ് ഈഴവരെല്ലാവരും പറഞ്ഞയാളാണ്. അതുപോലെ തന്നെയാണ് സിവി കുഞ്ഞിരാമൻ, ക്രിസ്തു മതത്തിൽ ചേരണമെന്ന് പറഞ്ഞ ആളാണ്. KC കുട്ടൻ സിഖ് മതത്തിൽ ചേരണമെന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ കുമാരനാശാൻ പറഞ്ഞത് എന്താണ്? ഹിന്ദു മതത്തിലേക്ക് ചേരണം. ഗുരു മറുപടി പറഞ്ഞില്ല എന്നാണ് ഗുരുവിനെതിരെ ഈ സനാതനക്കാർ ഉപയോഗിക്കുന്നത്. ഗുരു പറഞ്ഞില്ല, ഏത് മതത്തിലും ചേരാൻ പറഞ്ഞില്ല. ഹിന്ദുവിലും ചേരാൻ പറഞ്ഞില്ല, ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും ചേരാൻ പറഞ്ഞില്ല. അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ശരി. മതം ഏതായാലും നിങ്ങൾ ഏത് മതത്തിലോ ചേർന്നോ, പക്ഷെ മനുഷ്യൻ നന്നായാൽ മതി എന്ന അത് തന്നെയാണ് ഗുരു വേറെ നടത്ത് പറഞ്ഞു വെച്ചത്. എന്താണ്? മതത്തിന്റെ ആത്മീയത, അകത്തെ ഘടകങ്ങളെല്ലാം ഒന്നാണ് എല്ലാ മതത്തിന്റെയും. പക്ഷെ പുറത്തെ ഘടകമാണ് മാറേണ്ടത്. അവിടെ മാറേണ്ടത് സമൂഹമാണ് എന്ന് ഗുരു പറഞ്ഞു വെച്ച അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനിയുള്ളത് ഡോക്ടർ പൽപ്പു നടരാജഗുരുവിനെ അവിടുന്ന് പുറത്താക്കിയ കഥ നിങ്ങൾക്ക് അറിയാം, അത് ഞാൻ പറയുന്നില്ല. ഇനിയുള്ളത് നമ്മുടെ ജോൺ ധർമ്മതീർത്ഥയാണ്. അവസാനം ഗുരു സമാധിയായതിന്റെ 3-ാം ദിവസം ബോധാനന്ദൻ സമാധിയായി, അവിടെ കേസിലായി. ആ കേസിന് മുഴുവൻ നിന്ന് പോരാടി അവസാനം നിലനിർത്തിക്കൊടുത്ത പരമേശ്വര മേനോൻ എന്ന ധർമ്മതീർത്ഥ അടുത്ത ആഴ്ചയിൽ അവിടെ നിന്നും പുറത്തായി. എങ്ങനെ പുറത്തായി എന്നുള്ളതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പുറത്തായതിനു ശേഷം അവിടെയാണ് ഈ
ഗുരുവിന്റെ ഏറ്റവും വലിയ മഹത്വം നമ്മൾ കാണുന്നത് അദ്ദേഹം 1941 ക്രിസ്തുമതം സ്വീകരിച്ച് CSI സഭയിൽ ചേർന്നു. അങ്ങനെ വാകത്താനം സഭയിൽ അദ്ദേഹം വികാരിയായിരിക്കവേ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരു വിശ്വാസി ചേർന്ന് ചെന്നപ്പോ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നാരായണ ഗുരുവിനെ പഠിച്ചു. അവള് തുടർന്നായിരുന്നു പള്ളിയിലെ അച്ഛൻ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നാരായണ ഗുരു. അത് ശരിയല്ല, അച്ഛൻ ഇത് പോയോ അങ്ങനെയാണ് ഞാൻ വെള്ളം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ മതം മാത്രമേ മാറ്റുള്ളൂ, ഗുരുവിനെ മാറ്റിയിട്ടില്ല, നമുക്കും മാറ്റാതെ. നന്ദി, നമസ്കാരം.